പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കാം. നിരവധി എഴുത്തുകാർ, ഗാനരചയിതാക്കൾ, ഗായകർ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ വളക്കൂറുള്ള അനുഗ്രഹീതമായ ഒരു മണ്ണാണ് നമ്മുടെ വാണിമേൽ. മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഇവിടെ നല്ല സുഗന്ധം പരക്കുന്നുണ്ട്. പക്ഷേ ഈ സുഗന്ധത്തിന്റെ ഉറവിടം മുറ്റത്ത് മുല്ലയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒട്ടനവധി ഗാനരചയിതാക്കൾ നമ്മുടെ വാണിമേൽ പരിസര പ്രദേശങ്ങളുമായി ഇപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവിച്ച് മരിച്ചുപോയവരുണ്ട്. ഇവരെ കുറിച്ചുള്ള, ഇവരെ അന്വേഷിച്ചുള്ള, ഇവരെ തേടിയുള്ള ഒരു യാത്രയിലാണ് നാം. അബ്ദുറഹ്മാൻ ഗുരുക്കൾ മാപ്പിളകലാ അക്കാദമിയും അതേപോലെ മീഡിയ വിഷനും ചേർന്ന് ഇന്ന് ഇവിടെ ഈ ക്രസന്റിന്റെ ഈ ലൈബ്രറി ഹാളിൽ ഒരുക്കിയിട്ടുള്ള സർഗ സംവാദം, നാട്ടിലെ പാട്ടെഴുത്തുകാർ എന്ന ഈ വളരെ വ്യത്യസ്തമായ ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് സുഹൃത്തൊക്കെ ആയിട്ടുള്ള ഷെരീഫ് നരിപ്പറ്റ, ഈ ഇപ്പം എനിക്കിപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് തിരുത്താഹ റസൂലിനെ പ്രണയിച്ചു എന്നുള്ള വളരെ ഹിറ്റായ ഒരു ഗാനം എല്ലാവരുടെയും കാതുകളിൽ. ആ പാട്ട് എഴുതിയിട്ടുള്ളത് ഷെരീഫാണെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ബുക്കാക്ക എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. തെങ്ങിൻ തൈകളിൽ കുലകൾ വേണോ, നിങ്ങൾ കുടലുകളിൽ തല വേണോ, നമ്മുടെ മലയാളക്കരയിൽ ഇനി സ്വൈരത വേണോ, എങ്കിൽ ശാന്തി സമാധാനത്തിൽ അധിഷ്ഠിത ഭരണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പം വരുന്ന നോക്കിയാൽ അതിൽ ഏതെങ്കിലും പാട്ടുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. ഇപ്പൊ ബഹുമാനപ്പെട്ട മൊയ്തു മാസ്റ്ററുടെ ഒരുപാട് രചനകളുണ്ട്. അത് നമ്മളിപ്പോ കഴിഞ്ഞ അബ്ദുറഹ്മാൻ ഗുരുക്കൾ അക്കാദമിയുടെ ശ്രമഫലമായി അതൊരു പുസ്തകമാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നിരവധി ഈ ഇരിക്കുന്നവരെല്ലാവരും ഏതാണ്ട് ഏറെക്കുറെ എല്ലാ ആളുകളും ഗാനരചയിതാക്കളാണ്. അപ്പോ ആരൊക്കെയാണ് നമ്മുടെ ഇപ്പൊ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പാട്ടെഴുതുന്ന ആളുകൾ, അവരുടെ പാട്ടുകൾ ഏതൊക്കെയാണ്, ആ പാട്ടുകളെ കുറിച്ചുള്ള ചർച്ച, മൺമറഞ്ഞു പോയ കവികൾ ആരൊക്കെയാണ് ഇന്ന് വാണിമേലിൽ ഉണ്ടായിരുന്നത്, അവരുടെ രചനകൾ ഏതൊക്കെയാണ്, ഇനി നമുക്ക് കേട്ട് സുപരിചിതമായ ചില ഗാനങ്ങൾ അത് ആരാ എഴുതിയെന്ന് നമുക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കും, ഇത് ഇവരാണോ എഴുതിയത് എന്നുള്ളൊരു തോന്നല് ഒരുപക്ഷെ ഇപ്പം നമുക്ക് ഉണ്ടാകാനൊക്കെ സാധ്യത. ആ രീതിയിലുള്ള വളരെ രസകരമായ ഒരു ചർച്ചക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. സുദീർഘമായി ഒരു ആമുഖ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന്, മൺമറഞ്ഞു പോയ കവികൾ, അവരുടെ രചനകൾ. ആ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനനായ അബ്ദുറഹ്മാൻ ഗുരുക്കൾ അക്കാദമിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ACK കുഞ്ഞമ്മദ് മാസ്റ്റർ അവറുകളാണ്. രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കുന്നത് ഈ നാട്ടുകവികളുടെ വർത്തമാനം, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികളെ കുറിച്ചുള്ള ചർച്ചയാണ്. അത് അവതരിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയായിട്ടുള്ള ഒരു ഗാനരചയിതാവ് കൂടിയായിട്ടുള്ള ഷെരീഫ് നരിപ്പറ്റയാണ്. രണ്ട് വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P. സുരേഷ് ടീച്ചറാണ്. എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കലാകാരി കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു,
മീഡിയ വിഷൻ അബ്ദുറഹ്മാൻ ഗുരുക്കൾ അക്കാഡമിയിലാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതിന് മോഡറേറ്ററായിട്ട് ഉള്ളത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള MK അഷ്റഫ്. അദ്ദേഹം മീഡിയ വിഷൻ്റെ ചീഫ് എഡിറ്ററാണ്. അതോടൊപ്പം തന്നെ കേരള മാപ്പിളകല അക്കാദമിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അഷ്റഫിനെയും അതേപോലെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും പ്രഗത്ഭരാണ്, അതുകൊണ്ട് ഓരോരുത്തരെ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ബഹുമാനായ MA സാർ, അതുപോലെ CV മൊയ്തീൻ ഹാജി, പിന്നെ അതുപോലെ VM ഖാലിദ്, സലീം, അഷ്റഫ് കുറ്റി, ആസ്ലം മാസ്റ്റർ, ഫൻസീർ, പോക്കർ മാഷ്, ജൗഹറ, ആരിഫ, റഹ്മത്ത് ടീച്ചർ, റസിയൻ്റെ മൈമോനത്തിൻ്റെ മോള്, അതേപോലെ നമ്മുടെ മീഡിയ വിഷൻ്റെ ക്യാമറാമാൻ അശ്വൻ തുടങ്ങി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. മീഡിയ വിഷൻ ചാനൽ ഞങ്ങളുടെ 5ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ, പ്രത്യേകിച്ച് ആ നാട്ടിലെ, ആ നാടുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിക്കണം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാദ്യത്തെ പ്രോഗ്രാമാണ് ഈ വാണിമേലിൽ വെച്ച് നമ്മൾ നടത്തുന്നത്. ഈ വിഷയം അബ്ദുറഹ്മാൻ ഗുരുക്കൾ പഠന കേന്ദ്രത്തിന്റെ സാരഥികളുമായി പങ്കുവച്ചപ്പോൾ വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് നടത്താം എന്ന് കൃത്യമായി അതിൻ്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട CK കുഞ്ഞമുദ് മാഷും ചെയർമാൻ മൊയ്തു മാഷും പ്രിയപ്പെട്ട VM ഖാലിദും ഷരീഫൊക്കെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുറഹ്മാൻ ഗുരുക്കൾ പഠന കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി മീഡിയ വിഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്നത്. ഇത് എല്ലാവരുടെ പ്രസംഗവും എല്ലാവരും പറയുന്ന കാര്യങ്ങളും ഇത് റെക്കോർഡ് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി 1-2 പരിപാടികൾ ഇനിയും മറ്റ് സ്ഥലങ്ങളിൽ നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലുമൊക്കെ നടക്കുന്നുണ്ട് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുക. വാണിമേലിലെ ഈ ചർച്ചയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വലിയ പ്രസംഗങ്ങളില്ല. ഞാനിവിടെ സ്വാഗതം പറയുമ്പോൾ VM ഖാലിദ് സമയം ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഷയം അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം സമയം കഴിഞ്ഞു എന്നുള്ള, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് 15 മിനിറ്റ് നേരം ആദ്യത്തെ ഒരു അവതരണം, അത് മൺമറഞ്ഞ കവികളും അവരുടെ രചനകളും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മൺമറഞ്ഞു പോയ, നമ്മളെപ്പോഴും പറയുന്ന പുഴക്കൽ വീട്ടിൽ മൊയ്തീനിക്ക, കളത്തിൽ ഇബ്രാഹിക്ക, അതുപോലെ കളത്തിൽ മൂസ വാണിമേൽ തുടങ്ങി ഒരുപാട് ആളുകൾ, അതിലപ്പുറവും ഉണ്ട്. CK പറയും. അങ്ങനെയുള്ള നമ്മളെപ്പോഴും പറയുന്ന ഒരുപാട് കവികളുണ്ട്, അവരുടെ രചനകളുണ്ട്. അവര് പറയുന്ന വർത്തമാനങ്ങൾ പലപ്പോഴും കവിതകളായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് CK 15 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു ഹ്രസ്വഭാഷ. CK എനിക്കറിയാം 15 മിനിറ്റ് അല്ല, ചിലപ്പോ 5 മണിക്കൂർ എടുത്താലും അത് പറഞ്ഞു തീർക്കാൻ CK കഴിയില്ല. പക്ഷെ എന്നാലും ഈ 15 മിനിറ്റ് കൊണ്ട് ചെറിയൊരു ബ്രീഫിംഗ് അദ്ദേഹം നടത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, ചില ഉപക്രമാശങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹമൊക്കെ ഈ രംഗത്തൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞാമിമാരെ കുറിച്ചൊക്കെ തന്നെ പല ഡൗട്ടുകൾ നമുക്കുണ്ട്. കഴിയുമോ നിനക്ക് വേളെ കെട്ടുവാനെ എന്ന് കാതി ചോദിച്ചുള്ള നേരം ചൊല്ലിയാനെ എന്നൊക്കെ പറയുന്ന മനോഹരമായ വരികൾ, അതേത് സന്ദർഭത്തിലാണ് അങ്ങനെ ആ കാതി ചോദിക്കുന്നത്? സൂപ്പിക്ക് എന്റെ നാമം സൂപ്പിയാണ് എന്ന് ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറെ സംഗതികൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത് CK പറയും. എനിക്ക് അതിനെപ്പറ്റി വലിയൊരു വിവരമൊന്നുമില്ല, അത് അതിൻ്റെ പ്രാഥമിക സംഗതി മാത്രം പറയാം. അതുപോലെ ഒരുപാട് നല്ല നല്ല മൺമറഞ്ഞു പോയ ആളുകൾ നമ്മുടെ വാണിമേൽ പ്രദേശത്തുണ്ട്. അവരുടെ രചനകളെ കുറിച്ചുള്ള ചെറിയ ഒരു എത്തിനോട്ടം മാത്രമാണ് ഒരു സെഷൻ. മറ്റൊന്ന് പ്രിയപ്പെട്ട ഷെരീഫിന്റെ, അതും 15 മിനിറ്റ് നേരം, നാട്ടുകവികളുടെ വർത്തമാനം. ഈ നാട്ടിലെ കവികളുടെ വർത്തമാനം മീൻസ് നിലവിലുള്ള അവരുടെ അവസ്ഥയും അതേപോലെ തന്നെ അവരെ കുറിച്ചുള്ള വർത്തമാനം, രണ്ടും അതിന് വരും. 15 മിനിറ്റ് കൊണ്ട് മൺമറഞ്ഞ കവികളെ കുറിച്ച് എങ്ങനെ അവതരിപ്പിക്കണം എന്ന്
ഞാൻ ആകുലപ്പെടുകയാണ്. എങ്കിലും പരമാവധി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 6 ചേർന്നിടും സഹസ്രമാം സമം മീനമേഴും രവിവാറും അഞ്ചടിച്ചിടവേ പകലുരപ്പതെങ്ങിനെ വാണിമേലതി വിഭൂതിയാർന്നൊരച്ചാണിൻ്റെ അവിടെ എന്ന മന്ദിരം എന്ത് ചെയ്യും ആഹാ ചന്തുവൈദ്യരാഹോ നിര്യാതയ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വാണിമേലിൽ ആണ്ടി വൈദ്യർ, നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വാണിമേൽ സ്കൂളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. നമ്മൾക്കൊക്കെ ആ കാര്യം അറിയാം. അദ്ദേഹം എനിക്ക് പാടിത്തന്ന ഒരു കവിതയാണ്, ചൊല്ലിത്തന്നൊരു കവിതയാണ്. ഞാനത് വന്നത് അപ്പം തന്നെ ബൈഹാർട്ട് പഠിച്ച. കാരണം ഞാൻ ചെറുപ്പത്തിൽ അവിടെയുള്ള രവീന്ദ്രനെയും ശശീന്ദ്രനെയും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോയി ഞാനായിരുന്നു. അപ്പോൾ ആ വീടും ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പല ശ്ലോകങ്ങളും അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വാണിമേലിൽ ആദ്യം ഞാൻ പഠിച്ച കവി ആണ്ടി വൈദ്യരായിരുന്നു, നമ്മുടെ ശശി മാസ്റ്ററുടെ അച്ചാച്ചൻ. വാണിമേലിൽ പി സ്കൂളിൽ ശശി മാസ്റ്ററുടെ അച്ചാച്ചൻ. അദ്ദേഹം സ്വന്തം അച്ഛൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി കവിത 6 ചേർന്നിടും സഹസ്രമാം സമം. 6 ചേർന്നിടും. 6 18 100 ചേർന്നാൽ 1118 സഹസ്രം. മീനമേഴും രവിവാറും അഞ്ചടിച്ചിടവേ പകലുരപ്പതെങ്ങനെ. മീനം 7 രവിവാർ ഞായറാഴ്ച അഞ്ചടിച്ചിടവേ വൈകുന്നേരം പകലുരപ്പതെങ്ങനെ. എങ്ങനെയാ അപ്പം പകലാന്ന് പറയാ, ഏതാണ്ട് രാത്രിയായിട്ടുണ്ട്, സന്ധ്യാ സമയമായിട്ട്. അതാണ് 6 ചേർന്നിടും സഹസ്രമാം സമം മീനമേഴും രവിവാറും അഞ്ചടിച്ചിടവേ പകലുരപ്പതെങ്ങനെ വാണിമേൽ അതിവിഭൂതിയാർന്നൊരച്ചാണിൻ്റെ അവിടെ എന്ന മന്ദിരം എന്ത് ചെയ്യും ആഹാ ചന്തുവൈദ്യർ ആഹ് നിര്യാതനായ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്തുവൈദ്യർ നിര്യാതനായ ആ വഴികളാണ്. ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബൈഹാർട്ട് പഠിച്ച ഒരു ശ്ലോകം ഇതായിരുന്നു. പിന്നീട് വാണിമേലിലല്ലെങ്കിലും വാണിമേൽ കവികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അലി കണ്ണോത്ത്. എൻ്റെ കുടുംബ വീടുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള അദ്ദേഹം. അന്ന് എൻ്റെ പിതാവിൻ്റെ സഹോദരി താമസിക്കുന്നത് കരിപ്പുള്ളിലാണ്. ആ സഹോദരിക്ക്, എൻ്റെ പിതാവിൻ്റെ സഹോദരിക്ക് ഭർത്താവില്ല. ഉസ്മാൻ അബ്ദുറഹ്മാൻ എന്നൊക്കെ പറഞ്ഞ അനാഥ കുട്ടികളാണ്. അതിനപ്പുറം തന്നെ മുടവന്തേരി അന്തൂർക്ക താമസിക്കുന്നുണ്ട്. ആ അന്തൂർക്കയുടെ വീട്ടിലും അനാഥ കുട്ടികളാണ്, മാമി. അപ്പൊ ഈ 2 വീടുകളും ഇങ്ങനെ ഉണ്ടപ്പോ അലി കണ്ണോത്തൊരു പാട്ട് എഴുതി. കരിപ്പുള്ളിക്കടവിന്റെ സമീപത്തെ വസതി കറയറ്റ മുഹബത്ത് കളിയാടും വസതി അനാഥരാം ഇരുമക്കൾ ഒരുമിച്ച് കളിക്കും അതിഥിയെ കരം നീട്ടി വിളിക്കും സൽക്കരിക്കും. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ പാട്ടിനോട് ആകർഷാത്വം തോന്നുകയും ഈ രംഗത്ത് ആരുമല്ലെങ്കിലും ഒരു താല്പര്യമുള്ള ഒരാളായി മാറിയത്. പിന്നീട് ഞാൻ കേൾക്കുന്നത് പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ, വാണിമേലിൻ്റെ ആദ്യ കവി, നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെയുള്ള ഈ കവിയെ പറ്റി ഞാൻ പഠിക്കാനുള്ള കാരണം ചെറുപ്പത്തിലെ കേൾക്കാറുണ്ട്. കയ്യുമോ നീനക്കവളെ കെട്ടുവാൻ ഈ പാട്ടൊക്കെ ഞാൻ ചിലപ്പോൾ അന്നൊക്കെ ഈ അത്താഴത്ത് നമ്മളെ വീടുകളിൽ, കല്യാണ വീടുകളിൽ തലേ ദിവസം തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി അന്ന് പല പരിപാടികളും നടക്കും. അതിൽ അവരിങ്ങനെ രാത്രി പാട്ടൊക്കെ പാടും. ആ പാട്ടിലേക്ക് ഇങ്ങനെയുള്ള പാട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ടിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പി കുഞ്ഞമ്മദ് ഹാജി സ്മരണിക പുറത്തിറക്കുമ്പോൾ എം.എ. പറഞ്ഞ ഒരു പുതിയ എന്തെങ്കിലും വെറൈറ്റി സാധനം വേണം. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയ ഈ കുഞ്ഞമ്മദ് ഹാജി സ്മരണികൾക്ക് വേണ്ടി പുഴക്കൽ വീട്ടിൽ മൊയ്തീനെ പറ്റി പഠിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം രചിച്ച പാട്ടുകളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഒരു പ്രോത്സാഹനവും മറ്റു തരത്തിൽ ഇന്നത്തെ പോലെ മീഡിയകളോ മറ്റോ ഉള്ള ഒരു കാലമല്ല. എന്നിട്ടും ഇവിടെ നിന്ന് തിരൂരങ്ങാടി പ്രസ്സിൽ പോയിട്ട് മതമോഹിനി കുഞ്ഞാമിമാല എന്ന പാട്ട് അച്ചടിപ്പിച്ചിട്ട്, ഇവിടുത്തെ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണത്. അത് വിതരണം ചെയ്ത് ഇന്നും തിരൂരങ്ങാടി എത്തിങ്കാലയിൽ ആ തിരൂരങ്ങാടി പ്രസ്സിൽ ആ പാട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഒരിക്കൽ ഇവിടെ നമ്മുടെ ഇദ്ദേഹം നാലകത്ത് കാസിം വന്നപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പാടിയ പാട്ട് മൊയ്തീൻ, പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ രചിച്ച പാട്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അപ്പൊ അത് വളരെ ഫേമസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്ട്. കഴിയുമോ നീനക്കവളെ കിട്ടുവാണ്. അതൊരു
മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വലിയ വാണിമേലിൻ്റെ ഒരു ചരിത്ര സംഭവം അങ്ങനെ തന്നെ വരച്ചു വെച്ചൊരു കൃതിയായിരുന്നു ഈ കുഞ്ഞാമിമാല. അപ്പം അദ്ദേഹം നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കണ്ടതും കേട്ടതൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടാണ്. അന്ന് ആ കാലഘട്ടത്തിലാണ് ഒരു കള്ളുഷാപ്പ് കത്തിച്ച കേസുമായിട്ട് തോട്ടത്തിൽ മൊയ്തീൻ ഹാജി ജയിലിലായത്. ഈ ജയിലിലായപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയില്ല, ഒരു പാട്ട് എഴുതി. ആ പാട്ടിന്റെ വരികള് പിന്നെ മുപ്പട്ടുമക്ക് പിഴയാൽ വിധിച്ചേ മുഴുവൻ പണവും അടച്ചിക്ക് മുത്തേ എന്നൊക്കെ പറഞ്ഞുള്ള നല്ല വരികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നടക്കുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ സാധാരണ ഇന്നത്തെ പോലെ വീടുകളിൽ നിന്നുള്ള ഈ കുളിമുറിയിൽ നിന്നുള്ള അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. അവർ പുഴയിൽ നിന്നാണ്, പുഴയിൽ വളരെ പിന്നെ പബ്ലിക്കായിട്ട് തന്നെ അവർ കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കണ്ടേ പുഴയിൽ നിന്നെല്ലാം കുളിക്കുന്ന പെണ്ണികളെ നിങ്ങൾ ഓർക്കണേ, കത്തനവന്റെ അദാബ് നിങ്ങളിലെത്തുന്നതും കബറാക്കണേ. പണ്ടവൻ തന്റെ മാറും വില വെക്കാതെ പരിശുദ്ധ വേദം വിധിച്ചതും കേൾക്കാതെ കണ്ടറിനെ ബിക്കുൾ ഹദീസും എടുക്കാതെ കാണുന്ന ധന്യ പുരുഷരെന്നോർക്കാതെ വീണ്ടും വെള്ളിപ്പെടുത്തി ചെറിയൊരു കണ്ടമുണ്ടും മുടുത്ത് തത്തിരപ്പെട്ട് തിരുമ്പലും കുളിയത്തേര പേരുകള് കാണുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുള്ള പാട്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇത് നിരവധി പാട്ടുകൾ. അപ്പൊ എനിക്കിവിടെ അവതരിക്കാൻ തന്ന വിഷയം വാണിമേലിലെ മൺമറഞ്ഞ കവികൾ. മൺമറഞ്ഞ കവികളെ കുറിച്ച് പറയുമ്പോൾ മൊയ്തീൻ, പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ, പിന്നീട് ഞാൻ ചെറിയ കുട്ടി വാണിമേൽ UP സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് 2 കവികൾ. ഒന്ന് ഭൂമിവാതിൽ, ഒരുപാട് കവിതകളും ഹാസ്യ കവിതകളൊക്കെ എഴുതിയ ഒരു വ്യക്തിയായിരുന്നു ഭൂമിവാതിൽ. അദ്ദേഹം പാട്ട് എഴുതിക്കൊണ്ട് ഞങ്ങളെ കൊണ്ടൊക്കെ പാടിക്കും. അങ്ങനെ പാടിപ്പിച്ചിട്ട് അദ്ദേഹം അത് ആസ്വദിച്ച് അത് ഒരുപാട് പുസ്തകങ്ങളാക്കി. അങ്ങനെ അന്നത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ 2 പേജുള്ള നോട്ടീസ് പോലെയുള്ള പുസ്തകങ്ങളാണ്. അത് 25 പൈസയ്ക്കൊക്കെയാണ് അന്ന് വിൽപ്പന നടത്തുന്നത്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഭൂമിവാതിൽ. പിന്നീടുള്ള ഒരാള് മൂസാ വാണിമേലിന്റെ ത്യാഗത്തിന്റെ ബലിപീഠത്തിൽ ജൂതപ്രമാണി എന്നൊക്കെ പറഞ്ഞ കഥാപ്രസംഗങ്ങളൊക്കെ ഒരുപാട് സ്റ്റേജുകൾ കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗാനങ്ങൾ, അന്ന് മുസ്ലിം ലീഗല്ല അയാള്, പക്ഷെ മുസ്ലിം ലീഗിന്റെ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉത്തമരാം നേതാക്കൾ ഉയർത്തിയ, ഇവിടെ പാടുന്നതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ, ഉത്തമരാം നേതാക്കൾ ഉയർത്തിയരോമൽ പച്ചക്കൊടിയിൽ താഴ്ത്തിക്കെട്ടാൻ ആരുണ്ടിവിടെ കാണട്ടെ, ഊക്ക് നടിച്ചു വരും കൊലകൊമ്പന്മാരെ മുത്തിയടിച്ച് നീക്കുവാൻ ആളുണ്ടിക്കൊടി ചുറ്റും നോക്കട്ടെ, പരദേശികളുടെ പടയണി പച്ചക്കൊടിയുടെ തോറ്റം വീട്ടുണ്ട്, പട്ടേലും പരിവാരമുയർത്തി പത്തിമടക്കിച്ചിട്ടുണ്ട്, പറ്റാതായൊടുവിൽ സാഷ്ടാംഗപ്പെട്ടു സലാം പറഞ്ഞിട്ടുണ്ട്, പണ്ഡിജി പോലും എതിർത്ത് പാടേറെ പെട്ട് വിയർത്ത് ഉയരുയരു എൻ ഹരിത പതാകെ ഉയരുയരു എനയും ഉലകാകെ. ഇങ്ങനെ തുടങ്ങി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ത്യാഗത്തിന്റെ ബലിപീഠത്തിൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിലിന്റെയും കഥ. ആ കഥയിൽ കുട്ടിയെ ബലിയർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗം ഞാൻ ചെറുപ്പത്തിലെ ബൈ ഹാർട്ട് പഠിച്ച പാട്ടാണ്. ദാഹിച്ചൊടുക്കും ഇലാഹിങ്കൽ നിന്ന് ദാനമായി കിട്ടിയതാണി കുരുന്ന്, എന്നാലും ഈ കൽപ്പനക്ക് വഴങ്ങി പുന്നാരമോനെ അറക്കാനൊരുങ്ങി, മകനെ നമുക്കൊന്നിറങ്ങി നടക്കാം, മറ്റും പല കാഴ്ച കണ്ടു രസിക്കാം, ഉമ്മക്കൊരുമ്മ കൊടുത്താട്ടെ വന്ന് സമ്മതമാക്കി വരികന്റെ പൊന്ന്, കൊടിയുടുപ്പിച്ചു കമ്മീസു ചാർത്തി ഒവടി നേരിൽ മുടി വാർന്നു നിർത്തി, ചേലുറ്റുറുമാൽ കഴുത്തിൽ അണിച്ചു ചേവടി 2 ചെരിപ്പു മിടിച്ചു, മറോടണ ചുമ്മ ചുംബിക്കയാണ്, മകനോട് വസിയത്ത് ചെയ്യുകയാണ്, വപ്പാടെ കൈവിട്ട് പോകാതെ മോനെ വൈകാതെ വേഗം തിരിച്ചു വരണേ. ഇങ്ങനെ നമ്മുടെ മനസ്സിന് വല്ലാതെ കുളിര് കോരുന്ന വരികൾ. പിന്നീട് ആനയായി പീതാവ് മാറും ആ മകൻ പൂറത്ത് കേറും, അത്തരം പാല കളിയും അത്തറവാട്ടിൽ നിറയും, വീടു നീളെ തൂമാ തൂകിടുന്നു മേന്മ. ഇങ്ങനെ തുടങ്ങിയ പാട്ടുകളാണ് ത്യാഗത്തിന്റെ ബലിപീഠത്തിൽ. ആ കഥാപ്രസംഗമൊക്കെ വളരെ ഹ്രസ്വമാക്കി എഴുതിയിട്ട് വാണിമേലുള്ള കുട്ടികൾ, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, മുളിവയലിൽ നിന്ന് അഷ്റഫ്
ആ പാട്ട് കൊടുത്തിട്ട് ആ കഥാപ്രസംഗം കൊടുത്തിട്ട് സംസ്ഥാന ലെവലിൽ 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് അന്ന് അതിന്റെ വിധികർത്താക്കൾ ഇതാരാണ് ഇതിന്റെ രചയിതാവ്. അത്ര ഭംഗിയായിട്ട് രചന നിർവഹിച്ച പാട്ടുകളൊന്നും ആ കാലത്തും വരാറുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കവികൾ. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച കവിയാണ് ഇബ്രാഹിം കളത്തിൽ എന്ന് പറഞ്ഞ മൂസ വാണിമലിന്റെ സഹോദരനാണ്, നമ്മുടെ ഷെരീഫയുടെ പിതാവാണ്, ആരിഫയുടെ പിതാവാണ്. അദ്ദേഹം നല്ലൊരു കവിയാണ്. പക്ഷെ ആ കവിത്വം കൊണ്ട് അത് വഴക്കൽ വീട്ടിൽ മൊയ്തീനും ഈ ഇബ്രാഹിക്കും തമ്മിൽ കവിതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു വാദപ്രതിവാദം പോലെ അവര് തട്ടും തറുവട്ടുമായിട്ട് പാട്ടുകൾ എഴുതാറുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും പ്രോത്സാഹനം കൊടുക്കുമെന്ന് പി വി കുഞ്ഞമ്മദ് ഹാജിയാണ്. വഴക്കൽ വീട്ടിൽ മൊയ്തീൻ ഒരു പാട്ട് എഴുതിയാൽ ഉടനെ ഇബ്രാഹിക്കാണ് ചൂട്ടിയിട്ട് എന്നെ കൊണ്ടാണ് എഴുതിയത്. അങ്ങനെ ഇബ്രാഹിക്ക് എഴുതിയാൽ ആ ഇബ്രാഹിക്കയുടെ പാട്ടിനെ കുറിച്ച് മൊയ്തീനോട് പറയും അതിന്റെ പാട്ട് നന്നായിക്കില്ല പറയാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും പാട്ടുകൾ എഴുതിക്കാൻ പ്രോത്സാഹിപ്പിച്ച പണിക്കരോട്ടിൽ കുഞ്ഞമ്മദ് ഹാജിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കവികൾ. പിന്നീട് വളരെ പ്രസിദ്ധനായ ഒരു കവി വാണിമേൽക്കാരനല്ലെങ്കിലും വാണിമേൽ ജീവിച്ച ആളായിരുന്നു എന്നെ മൗലവി. വാണിമേൽ ദാറുൽ അറബിക് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ കരിയാട് എന്നെ മൗലവി കരിയാട്. അദ്ദേഹത്തിന്റെ പാട്ട് അന്ന് ദാറുൽ അറബിക് കോളേജിന്റെ പിന്നെ പ്രാർത്ഥനാ ഗാനം അദ്ദേഹം എഴുതിയാണ്. തുബാലക്കി കുല്ലിയത്തന തുബാലക്കി യാ ദാറൽ ഹുദാ റബ്ബി ബരിയ തുബാലക്കി കുല്ലിയത്തന ഫിൽ അറബിയ എന്ന് പറയുന്ന പാട്ട്. അത് എനിക്കത് ഓർമ്മയില്ല. പക്ഷെ നമ്മളെ ജാഫർ വാണിമേൽ ഇവിടെ ഇല്ല. ജാഫർ വാണിമേൽ ഉമ്മ ഇന്നും അത് മുഴുവനായിട്ട് പാടിത്തരും. അപ്പൊ ഇങ്ങനെയുള്ള കവികൾ. അദ്ദേഹത്തിന് ഒരുപാട് നല്ല കവിതകളാണ്. എന്നെ മൗലവിയുടെ കവിതകളാണ്. ചിറ്റെഴുത്ത് എന്ന് പറയുന്നത് കവിതയിൽ ഏറ്റവും നന്ന. കാരണം പാട്ട് ഇന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇന്നും ഒരുപാട് പാട്ടെഴുത്തുകാർ നമ്മുടെ നാട്ടിലുണ്ട്, പുറത്തുകൊണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് പാട്ടെഴുത്തിന് യാതൊരു നിബന്ധനയൊന്നുമില്ല. എഴുതുന്നവരങ്ങ് എഴുതുക. അതിന് കവിത്വം വേണമെന്നോ അല്ലെ പ്രാസഭംഗി വേണമെന്നോ അങ്ങനെയുള്ള തോന്നലില്ല. ഞാൻ നമ്മളെ ഇവിടെയുള്ള എഴുത്തുകാരെ കുറിച്ചല്ല പറയുന്നത്. പൊതുവിൽ ഇന്നത്തെ ഒരു പാട്ടെഴുത്തിന്റെ രീതിയാണ്. ഇന്ന് പാട്ട് എഴുതാൻ ആളുണ്ട്. ആ എഴുതിയാൽ അതിനെ പിന്നെ സംഗീതം നൽകാനും പിന്നെ ആളുണ്ട്. അത് പിന്നെ പ്രചരിപ്പിക്കാനും സംവിധാനങ്ങളുണ്ട്. അപ്പൊ പാട്ടിന്റെ ക്വാണ്ടിറ്റി ഒന്നും ഇന്ന് പ്രശ്നമല്ല. പക്ഷെ പഴയ കാലത്തല്ല. പാട്ട് നന്നായില്ലെങ്കിൽ അന്ന് പഴയ കാലത്തുള്ള എല്ലാ പാട്ടുകളും ഇന്നും ആ പാടുന്ന ആളുകളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ട്. കാരണം എന്താണ്? ആ പാട്ടിന്റെ ആ കവിത്വവും അതുപോലെ തന്നെ അതിന്റെ ആ ഭംഗിയും പ്രാസഭംഗിയും ഒക്കെയാണ്. അലി കണ്ണോത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പം ജീവിച്ചിരിപ്പുണ്ട്, സുഖമില്ല, വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം പോയിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അലി കണ്ണോത്ത് ഒരു പാട്ട് എഴുതി. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് എന്നെ മൗലവി. ഞാൻ അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്നെ മൗലവിക്ക് ഒരു കത്ത് എഴുതി. കാരണം അലി മൗലവിയുടെ പാർട്ടിനെ കുറിച്ച് എന്നെ മൗലവി അതിന്റെ പോരാ എന്ന് പറഞ്ഞപ്പോ അവസാന കത്ത് എഴുതിയ എന്താണ് എന്റെ പാട്ടിന്റെ കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ട് അതിന്റെ തുടക്കം എങ്ങനെയാണ്? വിരഹത്താൽ വിലപിക്കുന്നവരുടെ വകയായി വിധേയൻ കെ അലി വന്യ ഗുരുവിനായി കുത്തി വരച്ചിടാമൊരു കത്ത് കവിതയായി എന്ന് പറഞ്ഞ പാട്ട്. അതിന് മറുപടിയായി എന്നെ പോലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, മലർ കയ്യാൽ എന്ന വിഷയത്തിൽ. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അലിയെ നിൻ കത്ത് കണ്ട് നമ്മളെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അലിയെ നിൻ കത്ത് കണ്ട് അതിയായ നന്ദിയുണ്ട്, ആഹ്ലാദത്തിന്റെ താരം മിന്നിടുന്നുണ്ട്, പൊതുവിൽ അങ്ങുമിങ്ങുമെ മങ്ങളുള്ളതടങ്ങിടുന്നുണ്ട്. പ്രാസഭംഗി നോക്ക്. അലിയെ നിൻ കത്ത് കണ്ട്. അടുത്ത് നോക്ക്. കലയിൽ തൂങ്ങിച്ച പാട്ട്, കാര്യം ഗ്രഹിച്ച ശിട്ട്, കമനീയ വാക്കുകൾ കൊണ്ടുള്ള താരാട്ട്, ഒടുവിൽ കമ്പി തെരുതെരെ കൊമ്പിലാക്കിയ വമ്പനാറാട്ട്. അടുത്ത് നോക്ക്. പുലവർ ജീവിച്ചു വന്നു, പുനരുത്ഥാനം നടന്നു, പുറകിൽ നിൽപ്പുണ്ട് കുഞ്ചൻ നമ്പിയാരെന്നോ, മരണപ്പെട്ട മോയും കുട്ടി വൈദ്യർക്കിട്ട് ജീവെന്നോ. ഇങ്ങനെ പോകുന്ന പാട്ട്. അങ്ങനെ എന്നിട്ട് അവസാനം നാട്ടിലുള്ള വാണിമേലുള്ള സുഹൃത്തുക്കൾക്ക് സലാം പറയാൻ വേണ്ടി ആ വരികളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ CK രണ്ടിലും ഏക്കും PV കാപ്പാടർ ഇവർക്കോരോ സലാമിൻ കോപ്പി, നന്ദിയിൽ നൽകണമെന്നും നല്ല ടി ആലി ഹസനും നന്ദിയിൽ നൽകണമെന്നും. പിന്നെ അവിടെ തന്നെ എന്ന് ആക്ഷേപിക്കുന്ന നല്ല ടി ആലി ഹസൻ അദ്ദേഹത്തിന്റെ പിതാവ്, നല്ല ടി ആലി ഹസനും പിന്നെ മുൻഷി സാഹിബിനും എൻ സലാം ഉരയണമെന്നും ചൊന്നതിൽ പിന്നെ എന്റെ പെണ്ണെടുക്കുന്നേ. ഇതാണ് കവിത. ഇങ്ങനെയാണ് പാട്ട്. ഈ രൂപത്തിൽ എഴുതണം പാട്ട്.
അപ്പോഴാണ് നമ്മൾ കവികളുണ്ട്, പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട് ഇതൊക്കെ പറയാം. അല്ലാണ്ട് വായിക്കുന്നൊക്കെ ഇങ്ങനെ എഴുതിയ പാട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ തരത്തിൽ പാട്ട് എഴുതിയ ആളുകളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള കവികൾ. എൻ്റെ സമയം ഏതാണ്ട് അടുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ മൂസാ വാണിമേലിനെ പറ്റി പറഞ്ഞ മൂസാ വാണിമേൽ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന കവിയായ അലി കണ്ണോത്ത് ഒരിക്കൽ വാണിമേൽ പുഴയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മയ്ക്ക് ഓരോ കാര്യം അദ്ദേഹം ഇങ്ങനെ പാട്ട് എഴുതിക്കൊണ്ട് ഇപ്പോഴും എഴുതുന്നുണ്ട്. ഇതേപോലത്തെ കണ്ണ് കാണാറില്ല, കണ്ണ് കാണാതെ ആർക്കൊണ്ടെങ്കിലും പാട്ട് വരുമ്പോൾ പറഞ്ഞിട്ട് എഴുതിക്കാൻ മക്കളെ കൊണ്ട്. അങ്ങനെയാണ് വാണിമേലിൽ അദ്ദേഹം ഒരിക്കലും പുഴയിൽ നിന്ന് കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് കമ്പിപ്പാലാണ്. ഈ കമ്പിപ്പാലത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ആരോ ഇപ്പുറത്തങ്ങനെ ആ കടക്കല്ലേ എന്നൊക്കെ പറഞ്ഞൊരു കൂറ്റുണ്ടായപ്പോൾ അയാളൊന്ന് ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചപ്പോൾ കമ്പിപ്പാലം കടക്കുന്ന ആണ് പെണ്ണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു അദ്ദേഹത്തിന് മനസ്സിൽ വരികയും അത് പിന്നീട് ഒരു പാട്ടായി വന്നത്. പുന്നത്തൂരുത്തി താഴെ കമ്പിപ്പാലം കടക്കുവാൻ വന്നെത്തും വഴി യാത്രക്കാരെ നിങ്ങൾ പാലത്തിലേറിടുമ്പോൾ പാലിക്കേണ്ട മൂറ വിട്ട് പോകല്ലേ വഴി പോക്കന്മാരെ. മുന്നിൽ കടക്കുന്നവൻ കടന്നിട്ട് കടക്ക്, പിന്നിൽ നിന്നിളക്കുന്ന കുരുത്തക്കേടൊഴുക്ക്, തന്നിഷ്ടം തോന്നിയ അസങ്ങൾ തൽക്കാലം നീ ത്യജിക്ക്, താഴെയുണ്ടൊഴുകുന്ന നദിയൊന്ന് സ്മരിക്ക്. എത്ര പേരതിൽ മുങ്ങി മരിച്ചെന്നോ, ചരിത്രത്തിൽ എത്ര ഭീകര സംഭവം ഉണ്ടെന്നോ, അനർത്ഥങ്ങൾ മാടി മാടി വിളിക്കൽ. എങ്ങനെ പോകുന്ന പാട്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞു, പെണ്ണുങ്ങളായാൽ പിന്നെ പറയണ്ട പായാരങ്ങൾ, പുന്നാര കിളിനാദം പാരം പാലം, പിന്നിൽ നിന്നാരോ ചെന്ന് പിടിച്ചൊന്ന് കുലുക്കിയാൽ പിന്നത്തെ നാദം ബഹുഘോരം. ഇങ്ങനെ പോകുന്ന പാട്ട്. ഈ പാട്ടിനാണ് അന്ന് മൂസാ വാണിമേൽ ഈ പാട്ട് കിട്ടിയപ്പോൾ ഒരു മറുപടി പാട്ട് ഇതേ ഈശ്വരൻ തന്നെ ഇതേ വരികൾ വെച്ചുകൊണ്ട്, പുന്നത്തൂരുത്തി താഴെ കമ്പിപ്പാലം കടക്കുന്നോർക്കെന്നും പറഞ്ഞിട്ടൊരു പാട്ട് കുറെ പുന്നാര ഉപദേശം കുറിച്ചാരോ എഴുതിയതിന്നാളിൽ ഞാൻ ചൊല്ലിക്കേട്ട്. എന്നിട്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പലപ്പോഴും പല വേദികളിലും പറയുന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് വാണിമേലിന്റെ ചരിത്രത്തിൽ, പഴയകാല ചരിത്രത്തിൽ കളവ് നടത്തുന്ന ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. ആ പെണ്ണുങ്ങൾ സാധാരണ നമ്മളെ എവിടുന്നെങ്കിലും എടുക്കലല്ല, രാത്രികാലങ്ങളിൽ തെങ്ങിലും കവുങ്ങിലും കയറിയിട്ട് അടക്കയും തേങ്ങയും മോഷ്ടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങള് ഒരു ദിവസം ഒരു പറമ്പിൽ കയറി അടക്ക മോഷ്ടിക്കാൻ വേണ്ടി കവുങ്ങിൽ കയറിയപ്പോ ആളുകള് പടമ്പിന്റെ ഉടമയും ആളുകളും വന്ന് താഴെ വളഞ്ഞു ഇറങ്ങി വരുമ്പോൾ പിടിക്കാൻ വേണ്ടി. പുഴയുടെ തീരത്തുള്ള ഒരു കവുങ്ങായിരുന്നു. പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വളഞ്ഞേക്കുന്നത്. ഉടനെ ഈ കവുങ്ങ് പുഴയെ കൊലച്ച് അടക്കാക്കൊലയും കൊണ്ട് പുഴയിൽ തുള്ളി അതും കൊണ്ട് നീന്തി അക്കരെ പോയിട്ട് രക്ഷപ്പെട്ട ചരിത്രം. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് മൂസാ വാണിമേൽ ഇതിന് മറുപടി പറഞ്ഞത്. മൂസാ വാണിമേലിന്റെ മകനാണ് നമ്മൾ പറയുമ്പോ അപ്പോ അതായത് നട്ടപ്പാതിരാനേരത്തൊരു കൂറ്റൻ കാവുങ്ങിൽ നിന്ന്, ആ ചരിത്രം എങ്ങനെ എഴുതും, നട്ടപ്പാതിരാനേരത്തൊരു കൂറ്റൻ കാവുങ്ങിൽ നിന്നൊറ്റക്ക് നദിയിങ്കൽ ചാടി നാശം പറ്റാതെ കാരെ കാണഞ്ഞൊരു പെണ്ണിൻ പാരമ്പര്യം പോറ്റുന്ന ഞങ്ങൾക്കുണ്ടോ പേടി, ഒലപ്പാമ്പിറക്കിയാൽ വിറക്കുമെന്നോർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ട്. പിന്നെയും അതിന് മറുപടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾ അന്ന് ഇതൊക്കെ വളരെ ഹരമായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നത് ആ പാട്ടിനുള്ള താല്പര്യമാണ്, അല്ലാതെ ഓർമ്മിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇന്ന് അത് ഉള്ള പാട്ടുകളൊന്നും അങ്ങനെ ഓർമ്മിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് പാട്ടുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ ഗാനമേളയും മറ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന പഴയ കാലത്ത് പാടിയ പഴയ ആളുകൾ എഴുതിയ ആ പാട്ടുകളാണ്. പുതിയ പാട്ടുകളൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങുന്നില്ല. ഇതിന്റെ കാരണം പാട്ട് പാടുന്നതിന്റെ തകരാറാണോ, എഴുതിന്റെ തകരാറാണോ, അതിന്റെ കവിത പോരായ്മയാണോ എന്നാണ് നമുക്ക് ഓരോരുത്തർക്ക് ചിന്തിച്ചു. പാട്ടെഴുത്തുകാരുടെ സംഗമമല്ലേ, നമുക്ക് ആലോചിച്ച് നോക്കണം. പാട്ടിന് വെറുതെ പഴയ കാലത്തൊരു പാട്ട് ഉണ്ടാക്കിയത്, പാട്ടുണ്ടാവില്ല. പാട്ടുണ്ടാവുമ്പോൾ അത് എഴുതി ശരിക്ക് ഒരു പ്രസവ വേദന എടുത്ത പോലെയാണ്. ആ പാട്ട് എഴുതി പൂർത്തീകരിക്കുന്നത് വരെ ഒരു വിശ്രമം ഉണ്ടാവില്ല, ഒരു അസ്വസ്ഥതയായി. അത് ഇന്നും അങ്ങനെയാണ്. എഴുത്തുകാർക്ക് അത് തന്നെയായിരിക്കുന്നു. കാരണം അതൊരു ഒരു രൂപത്തിൽ എത്തിക്കണം. അത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരുപാട്
പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കണം. നമുക്കിപ്പോൾ എഴുതുമ്പോൾ ഒരാൾ ഞാനിപ്പോൾ ഒരു പാട്ട് എഴുതുകയാണ്. ആ പാട്ട് എഴുതുമ്പോൾ ഞാൻ അന്വേഷിക്കണം എൻ്റെ പാട്ടിൽ എന്താ തകരാറ്, അറിയുന്നവർക്ക് കാണിക്കണം. അപ്പോൾ അപ്പോഴേ നമുക്ക് എഴുത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് തകരാറുകളുണ്ട്, അപ്പോൾ ആ പാട്ടിന് ഇന്ന മാറ്റം വരും. അങ്ങനെ മാറ്റം വരുത്തി നമുക്ക് നല്ലൊരു കവിയും പിന്നെ രചയിതാവൊക്കെ ആയിട്ട് നമുക്ക് മാറാൻ കഴിയും. ഏതായാലും നമ്മുടെ വാണിമേലിൽ മൺമറഞ്ഞു പോയ കവികൾ, മാപ്പിള കവികൾ മാത്രമല്ല അല്ലാത്ത കവികളും വാണിമേലിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ, അതുപോലെ തന്നെ മൂസ വാണിമേല്, കളത്തിൽ ഇബ്രാഹിം, വാണിമേൽക്കാരനല്ലെങ്കിലും വാണിമേലിന്റെ കവിയായിട്ടാണ് അറിയപ്പെടുന്ന എന്നെ മൗലവി തുടങ്ങിയ ആളുകളൊക്കെ, അതുപോലെ ഭൂമിവാദിനൻ, ഇവരൊക്കെ വാണിമേലിന്റെ മൺമറഞ്ഞ മഹാപ്രതിഭകളായ കവികളായിരുന്നു. ഇനിയും ഇത്തരം കവികൾ വളർന്നു വരുന്നുണ്ട്. അതുപോലെ എഴുതി പിന്നെ തിളങ്ങിയ ആളുകളുണ്ട്. ഇപ്പൊ ഷെരീഫ് അരിപ്പറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തിരുത്താഹ റസൂലിന്റെ ആ വരികൾ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. തിരുത്താഹ റസൂലിനെ പ്രണയിച്ച് ഒരു ജലക്കിളി, ആ പാട്ട് നമുക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ്? ആ പാട്ടിന്റെ ആ ഗുണം തന്നെയാണത്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ടാവും. ഈ നല്ല ഈ കവികളെ കുറിച്ചൊക്കെ ഒരു ഓർമ്മ പുതുക്കാൻ അവസരം നൽകിയ ഇതിന്റെ സംഘാടനം അബ്ദുറഹ്മാൻ ഗുരുക്കളാണ്ട് മീഡിയ വിഷൻ ഈ ടീമിനോട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഗാന രചനാ രംഗത്ത് വളരെ മികവ് പുലർത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാനും ശ്രീ കെ കുഞ്ഞുമാഷൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. സ്കൂളുകളിലും മദ്രസയിലും വാണിമേൽ MUP-യിലും അതുപോലെ അറബിക് കോളേജിലും ഒന്നിടവിട്ട വർഷങ്ങളിൽ, ഒരു വർഷം വാണിമേൽ UP-യിൽ, പിറ്റേ ദിവസം അറബിക് കോളേജിലായിട്ട് വാർഷിക യോഗം ഉണ്ടാവുമായിരുന്നു. അന്നൊന്നും ഈ പറഞ്ഞതുപോലെ എവിടുന്നും ഗാനങ്ങൾ സംഘടിപ്പിക്കലല്ല. അന്ന് നമുക്ക് പാടാനുള്ള സ്വാഗതഗാനായാലും ഒപ്പനപ്പാട്ടായാലും എല്ലാം മൂസ വാണിമേൽ എഴുതിയിട്ടാണ് അന്ന് അവിടെ അവതരിപ്പിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ഇടക്കാലത്ത് ഞാനൊക്കെ 7ാം ക്ലാസ്സിലും കുഞ്ഞുമത് മാഷൊക്കെ അറബിക് കോളേജിൽ 1ാം ക്ലാസ്സിലാണ് തോന്നില്ല. അന്നേരം ഹമീദ് ഷെർവാണിയും അവരുടെ കൂടെയുള്ള മൂസ മാഷൊക്കെ വന്നിട്ട് വാണിമേലിൽ വാർഷിക ദാറുൽഹുദക്ക് ഒരു വാർഷിക പരിപാടിയിൽ ഒരു എന്താ പറയണ്ടേ, ഒരു മികവാർന്ന പരിപാടികൾ, വെറൈറ്റി ആയിട്ടുള്ള ഒരു പിന്നെ നല്ല ഒരു സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്ന, അതുപോലെ മഷറയെ കുറിച്ച് പറയുന്ന, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാർഷിക പരിപാടിയിൽ അവർക്കൊരു ടെൻഡർ കൊടുത്ത പോലെയാക്കി അവർ വന്ന് കുറേ പരിപാടികൾ. അന്നാണ് ഈ ഉണ്ടസ്വകിയൊക്കെ ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് പിന്നെ അതൊരു വെറൈറ്റി ആയിരുന്നു. വാണിമേൽ UP സ്കൂളിൽ നാടകങ്ങളാവട്ടെ അതും മൂസ വാണിമേൽ തന്നെയാണ് രചിക്കുന്നത്. അപ്പം പിന്നെ പലരും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കോമഡിയിലൊക്കെ ഒരുപാട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടതിൽ. അതുപോലെ പിന്നെ കളത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇബ്രാഹിം, നേരത്തെ കുഞ്ഞുമത് മാഷൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവരും പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ സാഹിബൊക്കെ ആയിട്ട് സംസാരം തന്നെ പാട്ടുകളിലൂടെ ആയിരുന്നു എന്നുള്ളവർ ഞാനൊക്കെ ചെറുതിലായപ്പോൾ ഉമ്മയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. ആക്കുന്നു മൊയ്തീനെ നീ എന്നെയോ രജ്ഞാനിയായുള്ള കോലത്തിൽ ഇങ്ങനെ എഴുതും. ഇബ്രാഹിം എന്തെങ്കിലും എഴുതും, പിന്നെ മൊയ്തീൻക്ക് എന്തെങ്കിലും ഇബ്രാഹിമിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വിവരമില്ലാത്തനാക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ടെന്ന് ചോദിക്കുന്നു. പിന്നെ ഒരു കേൾക്കിയെടുത്ത കുഞ്ഞാലി ഹാജി, അദ്ദേഹം കുവൈത്തിൽ പണ്ട് പ്ലെയിനൊന്നും ഇല്ലാത്ത കാലത്ത് കുവൈത്തിലെത്തിയ ഒരു വ്യക്തിയാണ് വാണിമേലിലെ. അദ്ദേഹത്തിന് ഇബ്രാഹിം ഒരു കത്തയച്ചിട്ട് അവസാനം അതിലൊരു 4 വരി എഴുതിയിട്ടുണ്ട്. പിന്നെ കാര്യമായി ഒരു വാർത്ത ചൊല്ലാൻ വിട്ടുപോയി, നമ്മുടെ മാമ്പറോൽ കുഞ്ഞമ്മത് കമരിച്ചു പോയി. അങ്ങനെയുള്ള ഒരു എന്താ പറയുന്ന കുഞ്ഞുമത് മാഷ് പറഞ്ഞ പോലെയുള്ള ഒരു നൈമിഷികമായ ഒരു കവികൾ. അവർക്കിങ്ങനെ കവിത ഇങ്ങനെ വരലായിരുന്നു, ഉണ്ടാക്കി ഇരുന്നതെന്നല്ല. മൂസ വാണിമേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനെല്ലാം എൻ്റെ അടുത്ത് സ്കൂൾ വിട്ട് എന്നത്തെ പോലെ ഒന്നല്ല. അന്ന് സ്കൂൾ വിട്ട് വന്ന് നമുക്ക് ഇഷ്ടം പോലെ പണികളുണ്ടാവും. കളിക്കണമെങ്കിൽ പണ്ടൊരു ബുക്കിൽ എഴുതിയ 3-4 പണിയുണ്ട്, അതെടുത്ത് തീർത്താലേ കളിക്കാൻ പറ്റും. അപ്പം എൻ്റെ കളിക്കൂട്ടുകാരും ഈ മൂസ വാണിമേലിൻ്റെ മക്കൾ തന്നെയാണ്. എനിക്ക് ആ ഏരിയയിൽ കളിക്കാൻ പെൺകുട്ടികളുണ്ടായിരുന്നില്ല. അന്നിപ്പം അവിടെയുള്ള അമീദും ജമാലും
ഇക്ബാലും പിന്നെ ഇബ്രാഹിഖാന്റെ മക്കളും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ കളിയിലെ ആൾക്കാർ. കളത്തിലെ പറമ്പത്ത് തന്നെ കളിക്കുമ്പം നമ്മൾ അതിന് മുമ്പേ പണി തീർക്കാനുള്ള ഒരു തിരക്കിൽ നമ്മൾ കൂടെ എന്നാലും ബെറുകല്ലെടുക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ മൂസാണിമേൽ വിളിച്ചു കൊണ്ടുപോയിരുന്നു. അവിടെ ഇരുത്തിയിട്ട് പാട്ട് പഠിക്കും. പിന്നെ വാണിമേൽ പാലത്തിന്റെ ആ തറക്കല്ലിടലിന് ഉദ്ഘാടനത്തിന് അദ്ദേഹം എഴുതിയ ഒരു സ്വാഗതഗാനായിരുന്നു അന്ന് ഞാനും കുഞ്ഞിപ്പടിയിലെ കണ്ണടരണമോടും കൂടി പാടിയിരുന്നത്. അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ പാട്ടിനെ കുറിച്ചൊന്നും ഒരുപാട് വിശകലനം ചെയ്ത് പറയാനുള്ള കഴിവെനിക്കില്ല. അതുപോലെ ഭൂമി വാതിൽ എന്ന് പറയുന്ന നമ്മൾ വാണിമേൽ MUP സ്കൂളിലെ അധ്യാപകനായിരുന്ന പിന്നെ കൊയ്തേരിയുള്ള കുഞ്ഞബ്ദുള്ള മാഷ് മൂപ്പര് പിന്നെ എന്താ പറയണ്ടേ വാണിമേൽ MUP സ്കൂളിലെ അധ്യാപകനായിരുന്നപ്പോൾ തന്നെ ഒരുപാട് ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. നമുക്ക് എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ട് ക്ലാസ് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ പാടിപ്പിക്കും. മേശേൻ്റെ അടുത്ത് പോയി നമ്മൾ പാടണം, നിർബന്ധമാണ്. അദ്ദേഹം ട്യൂണിട്ട് തരും, നമുക്ക് പറഞ്ഞു തരും, നമ്മളത് പാടിയാൽ വേണം. അങ്ങനെയുള്ള കവിതകളും കവികളെയും കണ്ടുകൊണ്ട് വളർന്നുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കവിത ഉണ്ടാക്കാനുള്ള വാസന ഇല്ലെങ്കിൽ കൂടി ഏത് പാട്ടും കേൾക്കാനും അത് പഠിക്കാനും മാക്സിമം പാടി നോക്കാനുള്ള ഒരു താല്പര്യം എനിക്കിപ്പോഴും ഉണ്ട്. എന്തായാലും പിന്നെ നിങ്ങൾ ഈ സംഭവത്തിന്, ഈ ഒരു ഇരുത്തത്തിന്, ഈ ടോക്കിന് എന്നെ കൂടെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യങ്ങൾ കൂടുതലായിട്ട് ഗഹനമായി മുഹമ്മദ് മാഷ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ അലി കണ്ണോത്ത് എന്ന് പറയുന്ന ഒരു കവിയായിരുന്നു. അദ്ദേഹം അത് വാണിമേൽ മദ്രസയിൽ അധ്യാപകനായിരുന്നു. ആദ്യം വന്ന് ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിരുന്നു. അന്നാണ് ഇവിടെ ഇരുന്ന് ഈ പാട്ടുകളൊക്കെ രചിച്ചിട്ടുള്ളത്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടും പഠിച്ചും വളർന്ന നമുക്ക് പിന്നെ ഇപ്പോഴുള്ള ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആലോചനയാണ്. എനിക്ക് എന്താ പറയുക, കേൾക്കാനേ താല്പര്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടു. കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ ക്രിസന്റിൽ എന്തോ ഒരു പരിപാടികൾ കാണുന്നതിന് 2 കുട്ടികളെ പാട്ടിന് വിളിച്ചു. എന്നെ പഠിച്ചവൻ ഒറ്റ വിട്ടി 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 ഇവരങ്ങ് പാടി, വേറെ കുട്ടി പാടി, അതിലും സ്പീഡിൽ വേറെ ഒന്നും പാടി. ഞാൻ ചിരിച്ച്. അന്നേരം എന്നോട് ഷൗക്കത്ത് പറഞ്ഞു, നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു നോക്കി, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഷൗക്കത്തെ ശ്രദ്ധിക്കണമെങ്കിൽ വേർഡ്സ് നമുക്ക് കിട്ടണ്ടേ, ശ്രദ്ധിക്കണം. എന്തെന്നതിലുള്ള വേർഡ്സ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ ഒരു വലിയ പണി തന്നെ ഉണ്ട്. അതുകൊണ്ട് മെനക്കെട്ട് നേരെയുള്ള സമയത്താരും കേട്ടോക്കാന്നെല്ലാം പറഞ്ഞ് ഞാൻ അന്നേരം ഇനി പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ പാട്ടുകൾ. പാട്ട് എന്ന് പറയുന്നത് പിന്നെ കുറേ കാലം കുറേ നമ്മളെ ഏരിയാതി പൈങ്കിളിപ്പാട്ട് എന്നൊക്കെ ആയിട്ട് അന്ന് പാട്ടിനെ നശിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ നമ്മൾ കേൾക്കാൻ പറ്റിയ ഒരു ബൈഹാർട്ടാക്കാൻ പറ്റിയ പാട്ടുകൾ വരാത്തൊരു കാലമായി പോയല്ലോ എന്നുള്ളത്. എന്തായാലും എൻ്റെ മുമ്പിലിരിക്കുന്ന കവികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഇവിടെ വളർന്നു വരുന്ന ഒട്ടനവധി കവികളുണ്ട്. ഷെരീഫ് മോശമില്ലാത്ത പാട്ടുകൾ എഴുതുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒന്നും പഠിക്കുന്ന പ്രായം കഴിഞ്ഞു പോയുണ്ട്, എന്നാലും കേട്ടിരിക്കാൻ പറ്റും. അതുപോലെ അഷ്റഫ്, എല്ലാവർക്കും നല്ല നല്ല പാട്ടുകൾ രചിച്ച് അതുമായി ബന്ധപ്പെട്ട് നല്ല മികവാർന്ന കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞ നന്ദിയും അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അന്നവാക്കിറൂഹുല്ലമീൻ തൻമൊളിയ അമ്പൻ പുകന്റെയ ഖൈറുൽ വറായ തുണയാറബൂ സുഫിയാനും ബഹീറ ചുമകളും ശ്യാമിന്ന് പായുന്നു സൈറ അണവാക്കിറൂഹുൽ ആമീൻ തൻമൊളിയ അമ്പൻ പുകന്റെയ ഖൈറുൽ വറായ തനിയോനരുളുങ്കൾ താമും സ്വഹാബ തരിത്താലിലേയും സുറത്തിൽ പോവാൻ തണി ചെയ്യും ത്വാഹവിലേകലും കൂറി താവുസുല്ലം ലക്കു ശതണ്ടു മേരി അണവാക്കിറൂഹുൽ ആമീൻ തൻമൊളിയ അമ്പൻ പുകന്റെയ ഖൈറുൽ വറായ. കുഞ്ഞുപദ മാഷിന്റെ പാട്ട്
ചരിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വാണിമേലിൻ്റെ പൂർവ്വ കവികളെക്കുറിച്ചുള്ള നല്ലൊരു ടോക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി, ആ പൂർവികരുടെ വഴിയിൽ നമ്മുടെ നാട്ടിലെ ഒരു കവികളും ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല എന്നാണ്. കാരണം അത്രയും മനോഹരമായ ആഴമുള്ള പ്രാസഭംഗിയുള്ള ഇത് രണ്ടും കിട്ടണമെങ്കിൽ ചെറിയ സമർപ്പണം മതിയാവില്ല. ഒരു ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ വലിയൊരു ആശയ ലോകം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു രചന നടത്താൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ആണ്ടി ഒരു ഫസ്റ്റ് പറഞ്ഞ ആണ്ടി മാഷ് ആ അദ്ദേഹത്തിന്റെ ആ രചന കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മാപ്പിള കവികൾ അല്ലെങ്കിൽ പഴയകാല വൃത്ത നിബന്ധമായ പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സംഗതി ക്ലാസിക് സാഹിത്യം എന്ന് പറയുന്നതിൽ ഞാനത് മാപ്പിള കവികൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഖുർആൻ അതിന്റെ വലിയൊരു ബേസാണെന്ന് തോന്നുന്നത്. ഞാൻ ഈ 2-3 ഒന്ന് ഈ ഗുഹാവാസികൾ അവരെ ഉറങ്ങിക്കിടന്നതിനെ കുറിച്ച് ഖുർആനിൽ പ്രയോഗമുണ്ട്. അത് പിന്നെ പിന്നെയും അതിന്റെ ആയത്തിന് കൃത്യമായിട്ട് ഓർമ്മയില്ല. വസ്ദാദു അത് എത്ര പിന്നെയും ഒരു വർഷം കൃത്യമായ 300 കൊല്ലം എന്നല്ല പറയുന്നത്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത്ര വർഷം താമസിച്ചു പിന്നെയും 3 വർഷം എന്നുള്ള രീതിയിൽ വളരെ രസകരമായ അതിന്റെ പ്രാസഭംഗിയോട്. അതുപോലെ തന്നെ പ്രവാചകന്മാരാച്ചതിനെ കുറിച്ചിട്ട് മൂന്നാമതൊരാളെ കൂടി ഞാൻ ശക്തിപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത്തരം ഒരുപാട് ഘടനാപരമായ ക്ലാസിക് പരമായ പ്രാസഭംഗിയുള്ള ഒരുപാട് ഇപ്പൊ ഏതൊരു ഗൗരവമുള്ള വിഷയം പറയുമ്പോഴും ഖുർആന്റെ പ്രയോഗം ഇപ്പൊ കല്ലായുധ ദുഃഖത്തിൽ എന്നൊക്കെ പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, അത്രയും പ്രാസഭംഗിയോട് ഗാംഭീര്യത്തോടു കൂടി ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഖുർആനാണ് അവരുടെ ശരിക്കും അവരുടെ ബേസ് അടിസ്ഥാനമാക്കിയിരിക്കുക. അത്തരം ഒരു പ്രയോഗം ക്ലാസിക് സാഹിത്യത്തിന്റെ ഇതായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ഒരു ഏത് പിന്നെ തലത്തിൽ നോക്കിയാലും അത്രയൊന്നും നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കവികൾ അല്ലെങ്കിൽ എത്തിപ്പെട്ടിട്ടില്ല. അത് ഉദാഹരണത്തിന് ഒരു മൂസവാണിമേലാണെങ്കിലും പുഴക്കൽ വീട്ടിൽ മൊയ്തീനാണെങ്കിലും ഒക്കെ ഒരു വിഷയത്തെ കുറിച്ച് അവർ എഴുതുന്ന പാട്ടുകൾ ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും പാട്ട് എഴുതല്ലേ തോന്നുന്ന ഒരു പാട്ട് എഴുതാൻ പെട്ടെന്ന് കുറച്ച് കവിത്വവും കുറച്ച് സാഹിത്യഭംഗികളൊക്കെ ഒരാൾക്ക് പെട്ടെന്നൊരു കവിത അല്ലെങ്കിൽ പാട്ട് എഴുതി തീർക്കാനും അതേസമയം ഒരു വിഷയത്തിൽ ഓരോ രചനയും അതിമനോഹരമായി മൊയ്ൻകുട്ടി വൈദ്യരൊക്കെ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് ഓരോ വിഷയത്തിനും അതിമനോഹരമായിട്ട് നിരവധി ഗാന ശകലങ്ങൾ എഴുതാൻ നല്ല കഴിവുമാണ്. ആ കഴിവ് നമ്മുടെ ആൾക്കാർ ഇനി വളർത്തിക്കൊണ്ടുവരും. ഇപ്പൊ നാട്ടില് പിന്നെ നമ്മുടെ മുന്നിൽ ഗുരുതുല്യർ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഗുരുതുല്യരായിട്ട് അലി കണ്ണോത്തും CK കുഞ്ഞുമുഹമ്മദ് മാഷും മൊയ്തു മാഷും തന്നെയാണുള്ളത്. മൊയ്തു മാഷൊക്കെ രചന നമ്മുടെ പിന്നെ ബദറുളി എന്ന പേരിൽപ്പെടുത്ത് സമാഹാരമായിട്ട് പുറത്തിറക്കി. അതിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്, നല്ല ആശയ ഗാംഭീര്യമുണ്ട്. അതേസമയം തന്നെ നാം നേരത്തെ പറഞ്ഞ എൻ്റെ അഭിപ്രായം പറയണം, നേരത്തെ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് അത്തരം രചന മൊയ്തു മാഷ കുറച്ച് സംഗതികൾ നമുക്ക് എടുക്കാം. ബദറുളി ചിന്തും ഉണ്ട്, അതുപോലെ തന്നെ ഈ ജബൽ സഫക്കിലെങ്കിൽ അതൊക്കെ അതിമനോഹരമായിട്ട് കോർത്ത് പണ്ട് പാട്ട് കെട്ടുക എന്നാണ് പറയുന്നത്. പാട്ട് കെട്ടണമെങ്കിൽ പാട്ട് രചിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പാട്ട് കെട്ടുക എന്ന് പറയുന്നത്. പാട്ട് രചന പെട്ടെന്ന് നടക്കും, പാട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കെട്ടിയെടുക്കണമെങ്കിൽ എല്ലാ ഭാഗവും വളരെ കൃത്യമായിട്ട് വളരെ കോർത്ത് ചേർത്ത് നിർത്തിയാലേ അത് കെട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് പാട്ട് കെട്ടുക എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കവികളുണ്ട്, പിന്നെ പുതിയ എഴുത്തുകാരൊക്കെ പുതിയ രചനകൾ വരുന്നുണ്ട്. ഈ രചനകളിലൊക്കെ കാണുന്നത് നേരത്തെ കുഞ്ഞുമുഹമ്മദ് പറഞ്ഞ പോലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പ്രാസഭംഗിയും അതുപോലെ തന്നെ ആശയ ഗാംഭീര്യവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു പുതിയ കാലത്തെ ആനുകാലിക വിഷയങ്ങൾ പോലും പണ്ട് ഇപ്പൊ കമ്പിപ്പാലം കടക്കുന്ന കാലത്ത് എഴുതിയ പാട്ട് പോലും നമുക്ക് ഇന്നും ആസ്വദിക്കാനാകുന്നത് അതിന്റെ രചനാപരമായ മികവുകൊണ്ട്. അത് ഇന്നത്തെ ആനുകാലികം ഇപ്പോൾ വയനാട് ദുരന്തമായാലും അല്ലെങ്കിൽ നാട്ടിലെ പ്രളയമായാലും അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാം ആയാലും ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ എഴുതാനുണ്ടാവും. പക്ഷെങ്കിൽ ഈ എഴുതുന്നത് നമ്മുടെ ഒരു സംസാര ഭാഷയിൽ മാത്രം തുടർച്ചയായിട്ട് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുൻകാലത്തെ പോലെ ഇന്ന് പിന്നെ പാട്ടുകൾ പിറക്കുന്നത് ഓരോ ദിവസവും എൻ്റെ അഭിപ്രായത്തിലൊരു
ഒരു 250-300 പാട്ടെങ്കിലും ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിനിമം യൂട്യൂബിൽ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പാട്ട് രചനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ അത് ഇപ്പം പിന്നെ നോക്കുമ്പോൾ അതായത് 3 കൊല്ലം കൊണ്ട് ഇതിൽ ഇറങ്ങിയത് 1200-ാമത്തെ പാട്ടാണ് വന്നിരിക്കുന്നത് 3 കൊല്ലം കൊണ്ട്. കാരണം ഓരോ ദിവസം ഓരോരുത്തർ രചന നിർവഹിക്കുകയാണ് വിഷയം കൊടുത്തിട്ട്. ഈ രചന ഒരു സംഗതിയുടെ ആധിക്യം അതിന്റെ മൂല്യം ഇല്ലാണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാട്ട് പുതിയ കാലത്ത് ഞാൻ ആരെ വ്യക്തമായിട്ട് അങ്ങനെ പരാമർശിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി വെച്ചാൽ നമുക്കൊരു പാട്ടിനെ എഴുതാൻ വേണ്ടി അത് അങ്ങേയറ്റം മുട്ടി നിങ്ങൾ പറഞ്ഞ മാതിരി 10 മാസം തികഞ്ഞാൽ മാത്രം പ്രസവിക്കുക എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടാൽ പരമാവധി. അതുപോലെ തന്നെ വായന, നമ്മുടെ നിരീക്ഷണങ്ങൾ, വീക്ഷണങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഓരോ രചന ചെയ്യുമ്പോൾ, ഒരു വാക്കുപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയോഗം പ്രയോഗിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പാട്ടിന്റെ വരിയിൽ നിന്ന് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതിന്റെ സാഹിത്യ ഭംഗിയിലൂടെ, പ്രാസഭംഗിയിലൂടെ മുന്നോട്ട് പോകാനാണ്. പെട്ടി പെണ്ണിവളും പൈതങ്ങളും ഒന്നു വാങ്ങിച്ചേ, കെട്ടിയ പെണ്ണിൻ മാലയതും താലി പണയം വെച്ച്, കിട്ടിയ കോളില് വീട്ടിലതെന്നും ഒന്നിച്ചേ. ഒട്ടതി നേരം കുട്ടികളെല്ലാം ടിവിയുടെ മുമ്പിലിരിക്കുന്നു, ഒഴിവത് സമയം കൂടി വരുന്ന രാവുകൾ ഇങ്ങനെ തീരുന്നു. കുട്ടികളെല്ലാം കണ്ണു തുറിച്ച് പെട്ടിയുടെ മുമ്പിൽ കൂടുന്നു, വട്ടപൂജ്യം ഉത്തര പേപ്പറും തല്ലതിനാലെ കിട്ടും. ഇതെന്തൊരു നാശം കേട്ടോ, ഇത് ടി വി വിശേഷം, കഷ്ടതയേറിയ ജീവിതമയ്യോ നഷ്ടം ഇതെത്തര ടി വിയതായ, പെട്ടികളിൽ വില കൂടിയതാണീ മഞ്ചൻ ടി വി പെട്ടി, പെണ്ണിവളും പൈതങ്ങളും ഒന്നു വാങ്ങിച്ചേ. ആയതു മുമ്പിൽ ഭജനമിരുന്നു നീളും വീടര കഥകൾ, ആകണ നാളുകൾ പട്ടിണിയായി ഞാൻ തീർന്നല്ലോ. തീയതു കത്തിക്കാതെ അടുപ്പിൽ പോയി സീരിയലു കാണാൻ, തീരണ നാളുകൾ കഷ്ടതയേറി വന്നല്ലോ. പോയിടണം ഞാൻ കിച്ചണിലായി, ചോറും കറിയും വെച്ചോണം, പൊടിയതു നന്നായി പാകമിലാക്കി ചപ്പാത്തിക്ക് കുഴക്കേണം, അയിലാമത്തി മുറിച്ചതു ക്ലീനായി ചട്ടിയിലായി വറുക്കേണം. അയ്യോ ഇതെന്തൊരു കാലം വയ്യേ, എനിക്കിതു കാണാൻ മക്കളിലോ ഞാൻ അടിമയതായി, തീക്കളി വീട്ടിൽ പതിപതിമായി, പെട്ടികളിൽ വില കൂടിയതാണീ മഞ്ചൻ ടി വി പെട്ടി, പെണ്ണിവളും പൈതങ്ങളും ഒന്നു വാങ്ങിച്ചേ. കെട്ടിയ പെണ്ണിൻ മാലയതും താലി പണയം വെച്ച്, കിട്ടിയ കോളില് വീട്ടിലതെന്നും ഒന്നിച്ചേ. ഒരു പക്ഷേ അധികം കേൾക്കാത്ത രചനയുണ്ട്, പാടിയതാണ്. ഒരു 2 വർഷം മുമ്പ് നമ്മുടെ അബ്ദുറഹ്മാൻ ഗുരുക്കൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പാട്ട് വന്നു. ഞാൻ എൻ്റെ സംശയവും പാട്ടും കൂടി ചെയ്താൽ മതി, അതിന് പ്രത്യേക അവസരം വേണ്ട. അപ്പോൾ അത് വരികൾ ഇങ്ങനെയാണ്: ഉപ്പാന്റെ കുപ്പായം മയിലും വന്നെടുത്തിട്ട്, ഉമ്മാന്റെ കെട്ടുമ്മൽ കൊണ്ടോയി വെച്ചോവർ, കുപ്പായം കാണാഞ്ഞീട്ടരിശത്തിലും മാനേ, അരിശത്തിലും മാനേ വായ്ക്കേട് പറഞ്ഞോവർ. മനോഹരമായ ഈ വരികൾ ഇങ്ങനെ പാടിയ ആളുടെ അടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഫൻസിയ. ഈ വരികൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരാണ് എഴുതിയത്, ഇത് പോസ്റ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നു CK കുഞ്ഞമ്മ തോട്ടക്കുഞ്ഞോ അല്ലെങ്കിൽ CP കുഞ്ഞന്നുള്ള നെരിപ്പറ്റോയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ആരും വ്യക്തമായ ഒരു ഉത്തരം വന്നില്ല. എന്നോട് ആരോ പറഞ്ഞു പഴയ കാലത്ത് ആരോ എഴുതിയതാണ് ഈ ഒരു അനുഭവം. അപ്പോൾ ഇതിന് മറുപടി പറയാൻ വേണ്ടിയല്ല, എൻ്റെ ഒരു അനുഭവമാണ്, എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ BR റഫീഖ് വളരെ മനോഹരമായിട്ട് പാടിയ ഒരു പാട്ട്, അതും പോസ്റ്റ് ചെയ്തത്. പാടിയ റഫീഖിന് മാത്രം മതിയോ പോസ്റ്റ് ചെയ്ത്? എനിക്കൊന്നും കമന്റ് ഒന്നും വേണ്ടെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. ആരാണ് പോസ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ആയാറേ കൃപയേറെ കൃപയേറെ മനസ്സേറെ, നിരിക്കാതെ കൊടുത്തിട്ട നല്ലതു കിട്ടി, കിട്ടിയത് കൊണ്ടുള്ളുഷാറിൽ ഞാൻ ഇതോ ഞാൻ കിട്ടി. എന്നോട് ഒരാൾ പറഞ്ഞ ഒരു വയസ്സിൽ, മോനെ 100 കൊല്ലം മുമ്പ് വാണിമണിന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഈ പാട്ട് പാടിയതായിട്ട് കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്.
നല്ല തീമാണ്. കാരണം അക്കാലത്തെ ദാരിദ്ര്യത്തിൽ 2 കൈ നെല്ല് കൊടുത്തപ്പോൾ ആയാർക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനയും നടത്തുന്ന ഒരു സാധു മനുഷ്യൻ അതുമായിട്ട് പോകുന്ന ഒരു ചിത്രം PR ഇത്രയും ഞാൻ പറയാൻ കാരണം ഇത്രയും കവികൾ വാണിഭരുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഞാൻ ചോദ്യ രൂപത്തിലാണ് ചോദിക്കുന്നത്, ഇത്രയും നല്ല പാട്ടുണ്ടായിട്ടും എന്താണ് കലോത്സവ വേദിയിൽ ആ പാട്ടുകളൊന്നും പാടാത്തത്? നമ്മുടെ പിന്നെ കളത്തിൽ ഇബ്രാഹിം, അദ്ദേഹം മൂസ മൗലവിയുടെ സഹോദരനാണെന്ന് CK പറഞ്ഞ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട്, വളരെ മനോഹരമായ ഒരു പാട്ട്. പുതിയോട്ടിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന പുതിയോട്ടിൽ മുസഹാജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റാത്തതിന്റെ ഒരു പ്രയാസം പാട്ടുകളാക്കി എഴുതിയ ബിസ്മിയും പൂകൾ സലാവാത്തും സലാമ വിണ്ട് ബീരിതത്തോടെ കുറെ തീളയിലാമ മുത്തിലും നീ ഗന്ധമോ സാധിക്ക് താനി ബദിരൻ പത്തിരമീലുറ്റത സലാമമാണി സ്വന്തമായി വന്നു കാണാൻ മോഹമേറെ പക്ഷേ കേൾവിയില്ലാത്ത വിധം അസാധ്യമാണി പീഡകത്തിൽ പോയി ഞാനും നോക്കലുണ്ട് തൻ്റെ കുഞ്ഞിമോളോടൊക്കെയും തീരക്കലുണ്ട്. ഞാൻ കുന്നത്ത് മൊയ്ത് മാഷോട് പറഞ്ഞു, ഇത് മുഹിബുൻ നൂർ അങ്ങനത്തെ ഒരു ഈശ്വരാണ്. പഴയ കാലത്ത് ഈശ്വരൊക്കെ പറയുന്നത്. പൊക്കൽ മാഷി സുഖമായിട്ട് പാടുന്ന ഒരു കുഴപ്പമില്ല. എല്ലാ സിഫത്തും ഒത്തിച്ചാണ് കളത്തിൽ ഇബ്രാഹിമ ഈ പാട്ട് എഴുതിയത്. അപ്പോൾ ഇതും BR റഫീഖ്, ഞാനിത് നോക്കി BR റഫീഖ് യൂട്യൂബ് ചാനലിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അവിടെയാണ് രചന കളത്തിൽ ഇബ്രാഹിം എന്നൊക്കെ കാണുന്നത്. ആ കളത്തിൽ ഇബ്രാഹിം ആരാണെന്ന് അന്വേഷിച്ച് അരിപ്പയുടെ ഉപ്പയാണ് മോഷണമെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഷെരീഫിനോടാണ്. ഇത്രയും നല്ല പഴയ പാട്ടുകാർ എഴുതിയ ആ വഴി ഒരു ലേശം പോലും ഇന്നത്തെ പാട്ട് എഴുത്തുകാർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അതിവിടെ ഒരു കാര്യം കൂടി പറയണമായിരുന്നു. ആ കാലത്ത് ആ പാട്ടെഴുത്തുകാരുടെ പാട്ട് പാടാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു. ഇതേ രീതി ഇന്നത്തെ യുവാക്കൾ പിന്തുടർന്നാൽ ആരെങ്കിലും ഇത്തരം പാട്ടുകൾ ഇന്ന് ആസ്വദിക്കുമോ? കാലം ഒരുപാട് മാറിപ്പോയി. ഈ പഴയകാല പാട്ട് എഴുതുമ്പോൾ തന്നെ പീർ മുഹമ്മദും അതുപോലെ തന്നെ എറിഞ്ഞോളി മുൻസയും അതുപോലെ തന്നെ ഇന്നത്തെ കണ്ണൂർ ഷെരീഫും ഒക്കെ മാറ്റി ചവിട്ടിയില്ലേ, ട്യൂണ് മാറ്റിയില്ലേ? അതുകൊണ്ടല്ലേ അത്രയും വലിയ ആളുകൾ വന്നത്. അപ്പോൾ ഞങ്ങളെ കുറിച്ചുകാർ മാത്രമേ അരി വെളുക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഒരു ഓഡിയൻസിനെ കിട്ടൂല. കാരണം എല്ലാ പഴയ രീതിയിൽ തന്നെ പാട്ടുപാടിയിൽ എത്ര ആളുകൾ ആസ്വദിക്കും. അതുകൊണ്ടായിരിക്കും ആ മാറ്റം. കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഈ വാമൊഴിയായിട്ട് ഇങ്ങനെ വന്ന പാട്ടുകളുണ്ട്. അതിൻ്റെ രചയിതാക്കളൊന്നും അറിയില്ല. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ രചയിതാക്കൾ ഞാനാണ് ഇതിൻ്റെ രചന നടത്തിയെന്നും പറയാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ പാട്ട് എഴുതി വിടും, അങ്ങനെ പോകും. ഇപ്പോൾ CP കുഞ്ഞബ്ദുല്ല ഇവിടെ ഇല്ല സ്ഥലത്ത്, പക്ഷെ മൂപ്പറ കയ്യിൽ ഒരുപാട് ഇങ്ങനത്തെ ശേഖരങ്ങളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. അതൊക്കെ ഇടക്കിടക്കൊന്ന് വിട്. കാരണം എന്നെ മൗലവിനെ ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ മൗലവിൻ്റെ പാട്ടൊക്കെ അയാളുടെ കയ്യിൽ പല പാട്ടുകളുണ്ട്. അങ്ങനെയുള്ള രചനകളാണ് ഇതൊക്കെ. പിന്നെ അതുകൊണ്ട് അതിൽ രചയിതാക്കൾ ആരാണെന്നും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇബ്രാഹിഖാന്റെ പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ എന്താണ് കലോത്സവത്തിൽ പാടാത്തത്? ഇന്ന് കലോത്സവത്തിൻ്റെ കാര്യം തന്നെ വലിയ അബദ്ധത്തിലാണ്. കാരണം മാപ്പിളപ്പാട്ടിന് വിധികർത്താവായി വരണമെന്ന് പറഞ്ഞാൽ ഞാൻ മടിക്കലാണ്. കാരണം ഇന്ന് പാട്ടിൻ്റെ ഒരു നിയമവും പാലിക്കാത്ത പാട്ടുകൾ പാടുക, ആ പാട്ടുകൾക്ക് പ്രൈസ് കൊടുക്കുക, അത് സംസ്ഥാന തലത്തിൽ വരെ 1ാം സ്ഥാനമൊക്കെ നേടിപ്പോകുന്നൊരവസ്ഥയാണ്. കാരണം ഒരു യശലിൻ്റെ പേര് പറയും, യശലുമായിട്ട് പുലബന്ധം പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ വരികളിലുള്ള അർത്ഥം നേരത്തെ ടീച്ചർ സുലയ ടീച്ചർ പറഞ്ഞ പോലെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം നേരത്തെ അണവാക്കി പാടി, അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. ആ പാട്ടിൻ്റെ കുരിശ് പാറിയെന്നെല്ലാം പറയാം, ശരിക്കും മലക്ക് അങ്ങ് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇന്ന് പലരും ഇന്ന് പാട്ടിനെ കുറിച്ചൊന്നും ധാരണകളില്ല. പിന്നെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രാസഭംഗിയും ആ പ്രാസത്തിന് കുറേ നിയമങ്ങളുണ്ട്. ആ നിലക്ക് അതിൻ്റെ മാപ്പിളത്വം തുടങ്ങുന്ന വരികളായിരിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആ പൂർണ്ണമായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഇതിവൃത്തമൊക്കെ വരുമ്പോൾ അത് പാട്ടായിട്ട് പാടുക, അത് ഇതിനെ പറ്റുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും പാടാത്തെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഇബ്രാഹിഖാന്റെ പാട്ടിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇബ്രാഹിഖാന്റെ പാട്ട് നമ്മൾ ഇയാൾ പാടിയ പാട്ട് തന്നെ ഇവിടെ തന്നെ നമ്മൾ രംഗത്തെങ്ങനെ വന്നെന്നുള്ളത് വേണമെങ്കിൽ അത് ഖാലിദ് മാഷ് പറയും.
ഈ നേരത്തെ പറഞ്ഞ മൂസ ഹാജിയുടെ മകള് മുംതാസ്, ഞാൻ വാണിമൽ ദാറുൽ അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അപ്പൊ അന്ന് ഞങ്ങളെ ഗുരുനാഥൻ CK അഹമ്മദ് മൗലവിയാണ് മൂസാജി ഇങ്ങനെ ആശുപത്രിയിലുണ്ട് എന്നുള്ള വിവരം ഞങ്ങളോട് പറയുന്നത്, അതൊരു സർജറി ആയിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുംതാസ് ഈ ഒരു പാട്ട് മിലാദുരത്തിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇങ്ങനെ ഒരു ഉപ്പാക്ക് കൊടുക്കണം പറഞ്ഞിട്ടൊരു പാട്ട് എൻ്റെ തന്നിട്ടുണ്ട്. അപ്പൊ അത് CK ക്ലാസ്സിൽ നിന്ന് അവതരിപ്പിച്ചു. മുഹിബിനൂർ ഷെല്ലാണുള്ളത്, ഒന്ന് പാടണം പറഞ്ഞിട്ട് കൂട്ടത്തിലുള്ള ആരോ ഒരാളെ കൊണ്ട് പാടിച്ചു. ആ പാടിയ സമയത്ത് ഞാനത് എൻ്റെ കോപ്പി എഴുതിയിട്ട് എൻ്റെ ഒരു പഴയ ഡയറി ഉണ്ടായിരുന്നു, അതിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ അത് കുറെ കാലം കഴിഞ്ഞിട്ട് ധാരാളം TTIയിൽ പഠിക്കുന്ന ഇബ്രാഹിം ഖാന്റെ മകൻ അബ്ദുള്ളയുടെ മകള് കമറുൻ നിസ, അവർക്ക് ഒരു ഉപ്പാന്റെ ഏതെങ്കിലും പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഞാനത് കമറുൻ നിസ കൊടുത്തു. അങ്ങനെയാണ് സാധനം പുറത്തേക്ക് വരുന്നത്. അതുവരെ ആരും അറിയില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ഇത് ഇങ്ങനെ പാട്ടിനെ കുറിച്ച് പറയുമ്പോ ഈ അലി കണ്ണോത്തെയും കൂടി ഒന്ന് സൂചിപ്പിക്കാൻ, 2 വർഷം മുമ്പ് ഒരു വയോജന ദിനത്തിൽ ഞങ്ങൾ കുറച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് അലി കണ്ണോത്തിനെ കാണാൻ വേണ്ടി പോയി. ഞങ്ങളുടെ കൂടെയുള്ള മാഷയുടെ ഷമീം മാഷ ഉപ്പയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ആൾക്കാണ് ഉപ്പരെ കാണാൻ പോയി. ഒരു 10-15 കുട്ടികളെ കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ കുട്ടികൾ അയാളോട് ചോദ്യമൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പഴയ വിദ്യാഭ്യാസ രീതിയും പഠനവും ഒക്കെ എഴുത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴേക്ക് എന്നോട് കുട്ടികളുടെ പേര് ചോദിച്ചു, ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികളുടെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് മൂപ്പരൊരു പാട്ട് എഴുതിയിട്ട് ഇവരെ കാണാൻ വന്നതും ദിനത്തിൽ വന്ന കുട്ടികളുടെ പേര്, അവരുമായിട്ടുള്ള സംസാരം, അവരുമായിട്ടുള്ള ആ ബന്ധമൊക്കെ ഒരു 16 വരിയുള്ള ഒരു പാട്ടായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. വളരെ ഭംഗിയുള്ള പാട്ടിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചൊരു സാധനമായിട്ട്. അപ്പൊ അത്രയും പ്രാസഭംഗിയോടെ മാപ്പിളപ്പാട്ടിനെ ആ താല്പര്യത്തോടുകൂടി കണ്ട ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പറയുമ്പോ പുതിയ കഴിഞ്ഞ ദിവസം ഒരു പാട്ടില് ഞാൻ ഷെരീഫായിട്ട് പാട്ട് റിലീസായ ഉടനെ ഷെരീഫായിട്ട് ചോദിച്ചു, ഈ രാത്രി എങ്ങനെയാണ് മദ്യാഹ്നം ഉണ്ടാകുക? സന്തോഷകരമായ രാവിന്റെ മദ്യാഹ്നത്തിൽ വരികയാണ്. അപ്പൊ നമ്മള് നിലവിലുള്ള പറയേണ്ട കാര്യങ്ങൾ പറയാറില്ല, അത് ഭാഷാപരമായി ശരിയാണോ എന്ന് പോലും നോക്കാതെ വരുന്ന വരികളാണ് പുതിയതുള്ളത്. അതിൽ വേറെയും വരികളൊക്കെ എന്നോട് ശരി ഇങ്ങോട്ട് പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. അപ്പൊ അത് കൂടി ശ്രദ്ധിച്ച് നല്ല രചനകളാക്കി മാറ്റുമ്പോഴാണ് രചനകൾ നന്നാവുക എന്നോട് സൂചിപ്പിക്കുകയാണ്. മൈക്ക് ഷെരീഫിന്. ഉണ്ടാകുന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, രചനകൾ ഉണ്ടാകുന്നത് സുലഭം എന്ന് പറയുന്നൊരു എല്ലാം കിട്ടൽ തുടങ്ങിയാലൊരു സംഗതി. നമ്മളെ ഭക്ഷണമായാലും പാട്ടായാലും കവിതയായാലും എല്ലാം നിറയെ സുലഭമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മൂല്യമുള്ള തിരഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്. നമ്മുടെ പഴയ പട്ടിണിക്കാലത്ത് ഒരു നേരത്ത് ഭക്ഷണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രുചി ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ല. കാരണം അത് അങ്ങനെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഏതൊരാൾക്ക് എഴുതാം, ഏതൊരാൾക്കും സംഗീതം ചെയ്യാം, ഏതൊരാൾക്കും പാട്ട് മാത്രമല്ല പുസ്തകം പ്രസിദ്ധീകരിക്കാം, ലേഖനം എഴുതാം, കവിതകൾ സമാഹാരം ഇറക്കാം. വാട്സപ്പിലൊക്കെ വരുന്ന ചെറിയ സ്റ്റാറ്റസുകൾ കവിതകളാക്കിയിട്ട് ഇറക്കുന്ന ഒരുപാട് ആൾക്കാർ കവിതാ സമാഹാരം തന്നെ ഇറങ്ങും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒരു മൂല്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മൂല്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ കുഞ്ഞുമുദാശ അവതരിപ്പിച്ച, ഞാനിപ്പോ ഉറച്ചിരിക്കുകയാണ്, അവതരിപ്പിച്ച പാട്ടുകളുടെ അരികത്തെത്തുന്ന ഒരു രചന പോലും ആളുകൾ പുതിയ രചനകളില്ല, ഞാൻ സംശയമില്ല. കാരണം വെച്ചാൽ അത്രയും മനോഹരം. ഇപ്പൊ സലാമിന്റെ ആ വരിയെന്ന ഭാഷ സലാമിന്റെ കോപ്പി, ഒരു കോപ്പി സലാമിന്റെ കോപ്പി ഒരാൾ എന്നെ മൂലമില്ല. അങ്ങനത്തെ ഒരു വരി എഴുതാൻ ഇപ്പോഴത്തെ ഒരു പാട്ടത്തിന് കഴിയില്ല. അതേസമയം ആശയ ഗാംഭീര്യമുള്ള പാട്ടുകൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തനത് മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ പാട്ട് എഴുതുന്ന ആൾക്കാർ പുതിയ കാലത്ത് എന്തോ നമ്മുടെ നിർഭാഗ്യം എന്ന് തന്നെ പറയാം, കെട്ടിക്കൂട്ടി നേരത്തെ സൂര്യ ടീച്ചർ പറഞ്ഞ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഉള്ള വരികൾ എഴുതി ഗിമ്മിക്കുകൾക്കാണ്, ശബ്ദ ഗിമ്മിക്കുകളാണ്, അല്ലാതെ വരികളൊന്നുമല്ല, ശബ്ദ ഗിമ്മിക്കുകൾ കൊണ്ടാണ് ഇപ്പോൾ അതിയോജനോത്സവങ്ങളിലും വിജയിച്ചു പോകുന്നത്. പിന്നെ എല്ലാവരും സംഗീത സംവിധായകരാണ്. യൂട്യൂബ് ചാനൽ പിന്നാലത്തെ ഒരു ഏഷ്യാനെറ്റിലെ ഒരു കോമഡി ഇതിൽ ഒരാളൊരു അടുത്തതായി ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ പറയുന്നത് വെച്ചാല് ഏതൊരു സ്ഥലത്ത് നിന്ന് സ്വന്തമായി യൂട്യൂബ് ചാനലില്ലാത്ത ഒരാളെ കണ്ടെത്തി. അപ്പൊ അതാണ് 50 വർഷത്തിന് ശേഷം ഒരു കഥ. അപ്പൊ ഈ സ്വന്തമായ യൂട്യൂബ് ചാനൽ, സ്വന്തമായ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്രയും മൂല്യമുള്ള, ഇപ്പോൾ അഷ്റഫ് പാലപ്പെട്ടി എന്ന് പറഞ്ഞൊക്കെ എഴുതുന്ന ഒരാളുണ്ട്. അയാൾക്ക് രചന എന്ന് വെച്ചാൽ ഇപ്പൊ അപാര രചനയാണ്. അയാള് ഇപ്പൊ എടുത്തത്
മരിക്കുവാനെന്താണു പേടി, മുമ്പും മരിച്ചതല്ലേ പല കോടി. മറ്റു നല്ല ഗംഭീര രചനയാണ്. പിന്നെ ആലാപനത്തിന്റെ കാര്യത്തിൽ ആലാപനത്തിന്റെ ഈ രചനാപരമായ സംഗതികൾ അത്രയും ഭദ്രം. അതേപോലെ പാട്ട് കെട്ടിയതാണെങ്കിൽ, പാട്ട് രചിച്ചല്ല, പാട്ട് കെട്ടിയതാണെങ്കിൽ അത് ഏത് പാടാത്ത ആള് പാടിയാൽ ഒരു മനോഹരത ഉണ്ടാവും. ഇപ്പോ പിന്നെ ഇപ്പം നടക്കുന്ന വെച്ചാല് ഏത് മോശമായ രചനയും സ്റ്റുഡിയോ സംവിധാനത്തിന്റെ മാസ്മരികതയിൽ റെഡിയാക്കിയിട്ട് അവരുടെ ശബ്ദ ഭംഗി കൂട്ടിയിട്ട് ഒരുപാട് ടെക്നിക്കൽ സംഗതികളാണ് ഇപ്പൊ നടക്കുന്നത്. മറ്റത് നാച്ചുറലാണ്. അതുകൊണ്ടാണ്. പിന്നെ സിദ്ധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിപ്പോ എല്ലാവർക്കും എഴുതി കഴിയണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഈ കീബോർഡ് വായിക്കുന്ന ഏകദേശം എല്ലാവർക്കും സംഗീതം, ഈ കീബോർഡ് വായിക്കുന്ന ആൾക്കാർക്ക് കീബോർഡ് വായിക്കുന്നവരായിരിക്കും. പക്ഷെ ഒരു പാട്ടിന് സംഗീതം ചെയ്യാൻ അതേ കീബോർഡ് വായിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. അത് ഈ പടച്ചാലൊരു ഡയറക്റ്റ് കണക്ഷനിനകത്ത് വരുന്ന സാധനം, അതൊരു സിദ്ധിയായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അത് പിന്നെ ഇപ്പോഴത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പീർ മുഹമ്മദ് തന്നെയാണ്. പീർ മുഹമ്മദിന്റെ കല്യാണപ്പാട്ടിനെ കവച്ചു വെക്കുന്ന ഒരു കല്യാണപ്പാട്ടും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. പീർ മുഹമ്മദ് കല്യാണപ്പാട്ടിന്റെ അറ്റം വരെ പോയാണ് നിർത്തിയിട്ട്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും കല്യാണപ്പാട്ട് പാടി ആൾക്കാർ തുള്ളിശ്ശേരി തനതല്ല. അത് തനത് എന്നല്ല പറഞ്ഞ, അതിന്റെ ഇശലുകളിൽ റെഡിയാണ്. തനത് ഇശലുകളായി, അതായത് വൃത്ത ഭംഗി ഉണ്ടാവും, പ്രാസ ഭംഗി ഉണ്ടാവും. ഇത് പിന്നെ ഉദാഹരണത്തിന് ഈ ഇപ്പൊ അല്ലെങ്കിൽ എൻഡിങ് വേർഡുകൾ, തുടങ്ങുന്ന വേർഡുകൾ, കോർത്തിരിക്കുന്ന വേർഡുകൾ പരസ്പരം ഇപ്പൊ ഒരു വരി ഗുരുഭാഷ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ പാട്ടുകൾ ഓർമ്മ വരുന്ന ഒരു വരി പാടി അടുത്ത വരി മനസ്സിൽ വരും. അത് ഇക്കാലത്ത് കിട്ടാൻ ഭയങ്കര പ്രയാസം. അത് കിട്ടും, ഒപ്പിക്കലായി. അപ്പൊ അത് ഒരു ആ സംഗീതത്തിന്റെയും പ്രതിഭകളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. അത് പിന്നെ ഈ സുലഭമായി കിട്ടുന്നതുകൊണ്ട് നല്ലത് തരം കിട്ടുന്നില്ല എന്നല്ല. നല്ല പാട്ട് എഴുത്താണല്ലോ, പഴയ പാട്ടും ഇപ്പോഴത്തെ പാട്ടും. ഞാന് 2 പാട്ട് എഴുതിയിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ ഉപ്പ പാട്ട് എഴുതുകയും ഈണം കൊടുക്കുകയും പാടുകയും ഇസ്ലാമിക ചരിത്രം മുഴുവനും ഞങ്ങളെ ഉപ്പ രാവിലെ പീടിയെ പോയാൽ രാത്രി വരുമ്പോൾ അഹദത്തിലെ അലിഫ് അലിഫ് ലമക്കമിയം അലിഫാശ്ചര പൊരുൾ ബിസ്മില്ലാ അരിമാക്കലെ കുത്തുബനുദീനം ഖുർആനിൻ അലകൂറ്റലകുറി ബിസ്മില്ലാ എന്ന് തുടങ്ങുന്ന ആ ബദർ കിസ്സ പാട്ടിലെ ഓരോ വരികളും പറയുന്നതിനൊപ്പം ഈ ബദർ കിസ്സ പാട്ടിന്റെ ചരിത്രം കേട്ടുകൊണ്ടാണ് അടുത്ത ദിവസം പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ടാണ് ആ ഒരു വിശ്വാസം മനസ്സിലേക്ക് കടന്നു വന്നത്. ആ സമയത്തും ഉപ്പ ചെറിയ കുട്ടികളെ തോളിട്ട് പാട്ട് പാടുമ്പോൾ ഉപ്പ രചിച്ച ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു. ഉപ്പ കഴിഞ്ഞ വർഷം മരണപ്പെടുന്നത് വരെ ഈ പറഞ്ഞ രചയിതാക്കളില്ലാത്ത ഗാനങ്ങളും സമയമുണ്ടെങ്കിൽ എനിക്ക് 4 വരി. ഈ ഒരു പാട്ടിന്റെ രചന CK കുഞ്ഞുമുദാശ് പറഞ്ഞിങ്ങനെ ഉപ്പ എപ്പം പാടുന്നതാണ്. മക്കത്തുമാറിന്റെ മുന്നിൽ കളിച്ചാൽ മാറ്റൊന്ന് നോക്കും ഈ വാളിന്റെ മൂർച്ച തക്കത്തിലാരും ഈ ആയുസ്സിനുള്ളിൽ ധിക്കാരം കാട്ടിയിട്ടില്ലെന്റെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞു പോയിട്ട് ഒരു ഇസ്ലാമിക ചരിത്രം പറയുന്ന ആരാ രചയിതാവെന്ന് ഇതുവരെ അറിയില്ല. പിന്നെ വാണിമേൽ തന്നെ ഇക്ബാൽ ആണല്ലേ. പിന്നെ ഉപ്പ തന്നെ രചിച്ച ഒരു ഗാനമുണ്ട്. ഉപ്പ ഉമ്മാക്ക് എഴുതിയ കത്താണ്. എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ ഉമ്മാനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അനുവത്തിന് പിണങ്ങിയിട്ട് ഉപ്പ അവിടെ നിൽക്കുമ്പോൾ ഉമ്മ സലാം, ഞാൻ ചെറുപ്പത്തിൽ സലാം കൊടുത്തയച്ച എൻ്റെ ഭർത്താവിനോട് സലാം പറയണേന്ന് ഒരു കല്യാണപ്പുരയിൽ വെച്ചിട്ട് പിന്നെ ഉപ്പാനോട് ഈ പാട്ടിന്റെ ചരിത്രം പറയുമ്പോൾ പറയാണ്. അപ്പോൾ അതിൽ ഫീലിംഗ് ഉണ്ടായിട്ടാണ് ഉപ്പ ഈ പാട്ട് എഴുതിയത്. ധരിക്കു പത്നി മരിക്കുവോളം ഈഹത്തിൽ നീയൻ സഖിയാ, മരിച്ചു ചെന്നാൽ മഹിശറയിൽ അവിടെയുമെൻ കനിയാ,
യമിവിവാഹം നീയും ഞാനും പറഞ്ഞുറച്ചതല്ല. വിധിയുണ്ടെങ്കിൽ മഹിശറയിൽ ഒരുമിക്കാമെന്നുറക്കൂ. പിരിശത്തിൽ നീ അയച്ച സലാം കരമിൽ കിട്ടി എനിക്കും. അതിനുള്ളൊരു മറുപടിയായി അയച്ചതാണ് ഈ എഴുത്ത്. ആ ഒരു ട്യൂണിലായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം എൻ്റെ രചനയെക്കുറിച്ച് 2 വാക്ക്. ഒരു ഭക്തിഗാനം എഴുതിയത് ഈ പറഞ്ഞ പോലെ പ്രാസ ഒപ്പിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. എൻ്റെ മോന് 4 വയസ്സുള്ളപ്പം അടുത്ത് കിടന്ന്, നമ്മളെ വാട്സപ്പ് തുടങ്ങി 5-8 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ അടുത്ത് കിടന്നിട്ട് സ്കൂളും വിട്ട് വന്നാൽ പിന്നെ ഉമ്മ ഒന്ന് അടുത്ത് കിടന്നു തരണം, സംസാരിച്ച് പിന്നെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഉമ്മ ഒന്ന് അടുത്ത് കിടന്നു തന്നാൽ ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വേർപ്പ് മണക്കുന്നുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഉമ്മാൻ്റെ മണം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു പാട്ടാണ്. സ്നേഹം അറിയാൻ വേദന തിന്നാൻ എന്നെ പഠിപ്പിച്ച തമ്പുരാനേ, കാറ്റിനു കുളിരേകി ചൂടിനു ഗന്ധമേകി കണ്ണെത്താ ദൂരത്തോളം ആശേകി, കണ്ണെത്താ ദൂരത്തോളം ആശേകി. യാ റഹ്മാനേ യാ റഹീമേ യാ സുബ്ഹാനേ യാ അല്ലാഹ്, യാ സുബ്ഹാനേ യാ അല്ലാഹ്. ബാപ്പു പള്ളിപ്പറമ്പ് പറഞ്ഞു, ഞാൻ ഓർക്കസ്ട്രയെയും ഒരു വാക്കും മാറ്റണ്ട. അങ്ങനെ മുസ്രി വാണക്കാട് പാടി. ഇപ്പോൾ ഒരു വരിയും കൂടിയും എൻ്റെ കാബ എന്ന ഗാനം ഞാൻ എഴുതി മ്യൂസിക് ചെയ്തതിനും 2 വരി പാടിയിട്ട് സഫാ മർവ പർവ്വങ്ങൾ ചരിതമായുണ്ടരികിൽ, ഹജറുൽ അസ്വദിൻ തിളക്കമുണ്ടൊരു കോണിൽ, ജനകോടികൾ മന്ത്രണ ചുംബനമുണ്ടാക്കല്ലിൽ, ജനകോടികൾ മന്ത്രണ ചുംബനമുണ്ടാക്കല്ലിൽ, ആകാശതാരങ്ങൾ തിളക്കമായി മേലാപ്പിൽ. വളരെ ഗംഭീരം എന്നാ പറയുന്നത്. അതിന്റെ പ്ലാസും അതിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അതിന്റെ ലൊട്ടിലൊടുക്കും നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ആസ്വാദകരുടെ നിലവാരം കുറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഫെസ്റ്റിവലിലെല്ലാം വിധി നിർണ്ണയിക്കുന്ന ജഡ്ജ്മെന്റിന്റെ നിലവാരം കുറഞ്ഞതാണോ? എന്തുകൊണ്ടാണ് പഴയ പാട്ടിനെ ഇവർ പ്രൊമോട്ട് ചെയ്യാത്തത്? പുതിയ പാട്ടിനാണല്ലോ അവർ ജഡ്ജ്മെന്റ് ചെയ്യുന്നതും പോയിന്റ് ഇടുന്നതും. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെ വന്നത്? ഈ മാപ്പിളപ്പാട്ടിന്റെ ഇത്തരത്തിലുള്ള ആളുകളെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അത്. ഇത് ബാക്കിയുള്ളവർ കൊയ്യാക്കുന്ന പരിപാടിയായിരിക്കും നമുക്ക് മനസ്സിലായത്. ഇതിപ്പോ എല്ലാവരും കമ്പോളവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാട്ട് സത്യത്തില് ഞാനിപ്പോ നല്ലൊരു കുട്ടീനെ കണ്ടെത്തിയാൽ, നന്നായിട്ട് ശബ്ദഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടെത്തിയാൽ, ആ കുട്ടിക്ക് ഒരു പാട്ട്, നല്ല മാപ്പിളപ്പാട്ട് പാടിയാൽ ജില്ലയിൽ അവൾക്ക് കിട്ടിയാലോട് സ്റ്റേറ്റിൽ ഇത് പാടണ്ട, എനിക്ക് പാട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാനൊരു പാട്ട് എഴുത്തുകാരനാണെങ്കിൽ ഞാനൊരു പാട്ട് കൊടുത്ത് ആ പാട്ട് സംഗീതം ചെയ്യിച്ചിട്ട് അത് സ്റ്റേറ്റിൽ ആക്കി. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ അപാര ശബ്ദ ഭംഗിയുള്ള കുട്ടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില കളികൾ കളിക്കുന്നത് കൊണ്ടാണ് പഴയ പാട്ടുകൾ ഇടയ്ക്ക് തയഞ്ഞു പോയിട്ട് പുതിയ ഈ പ്രവണത വരുന്നതും ഈ പുതിയ ഒരു കോക്കസ് വിധികർത്താക്കളൊക്കെ ഈ രംഗത്ത് ഉള്ളത് കൊണ്ടുമാണ് തുറന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ പാട്ടുകൾ ഈ കോക്കസ് രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, പുതിയ പാട്ടുകൾ കോക്കസ് രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് രചനാപരമായോ പ്രാസപരമായോ ആശയപരമായോ സാഹിത്യപരമായോ അത്രയൊന്നും അരികത്ത് പോലും എത്താത്ത പഴയ പുതിയ പാട്ടുകൾ മാത്രം വരികയും പഴയ പാട്ടുകൾ മുഴുവൻ ഇപ്പം മോയൻകുട്ടി വൈദ്യരോ മണ്ടപ്പുറണ്ടി അമ്മതോ പിന്നെ പുലിക്കോട്ടിൽ ഹൈദറോ പിന്നെ ഇങ്ങനത്തെ ഒരുപാട് അപാര കവിതകൾ പാട്ടായിട്ട് എഴുതിയ പാട്ടുകൾ സ്റ്റേജിലേക്ക് വരുന്നില്ല. ചർച്ച വഴിമാറുന്നുണ്ട്. CK പറഞ്ഞൊരു പോയിന്റാണ് അത്. ഇപ്പൊ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന 6 വിഭാഗം ഉണ്ടല്ലോ. 6 വിഭാഗത്തിൽ വിസ്താര വിഭാഗത്തിൽ പാട്ട് മാത്രം മത്സരത്തിൽ അത് വേറൊരു ചർച്ചയാണ്, ആ വിഭാഗങ്ങൾ. അപ്പൊ അതല്ല ചർച്ച. ഈ പാട്ടിന്റെ
രചനാ രീതിയെക്കുറിച്ചും അതുപോലെ കവികളുടെ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ അപ്പൊ ആസിന്റെ മോശം ചർച്ച ഇപ്പം നല്ല മുമ്പേ തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഡാൻസിൽ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, ഇപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം, അതൊരു കാറ്റഗറി വേറെ തന്നെയാണ്. അതിന് നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് കളിച്ചാലേ അതിന് മാർക്ക് കൊടുക്കും. ഇപ്പുറത്തെ ബ്രേക്ക് ഡാൻസ്, റാപ്പ്, റോക്കല്ലുണ്ട്. അത് വേറെ ടൈപ്പാണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്നത് റാപ്പായിരിക്കും, റോക്കായിരിക്കും. പക്ഷേ അത് നമ്മൾ വെച്ചിട്ട് മറ്റേ കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതായത് ആ രീതി തന്നെ പോകും. അത് അതിന്റെ ആസ്വാദത്താലോ അതിന്റെ പ്രാസമൊക്കെ അങ്ങനെ തന്നെ പോകും. അങ്ങനെ തന്നെ പാടിയാലേ മാർക്ക് കൊടുക്കും. മറ്റേ അതിനുള്ള ഇപ്പൊ ക്ലാസിക്കൽ മൺപാടുന്ന അത് തന്നെയാണ്. അതിപ്പോ പറഞ്ഞ ഈ പറഞ്ഞ കമ്പിയും വാലും കഴുത്തുള്ള വേറെ തന്നെയാണ്. ഇതിന് കുട്ടി കാര്യമില്ല. പിന്നെ ആസ്വാദനത്തിന്റെ അസുഖം പറയുന്നത് ശരി തന്നെയാണ്. പുതിയ പാട്ടുകൾ ആസ്വദിക്കുന്ന ആൾക്കാർ അത് വേഗം പോവുകയും പെട്ടെന്ന് തന്നെ മിന്നി പറഞ്ഞ് പോകുന്നത്. അതായത് ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ ബോക്രവാസിന് പാടിയില്ല, ഇബ്രാഹിം പാടുമ്പോൾ നമ്മളിങ്ങനെ കേട്ട് നിൽക്കുന്നില്ല. ആ രീതിയിലേക്ക് ഒരു സംഗീതാത്മക മ്യൂസിക് എന്ന് പറയുന്ന സാധനം ആസ്വാദന തലത്തിൽ നമ്മളെ എന്താ പറയുക ആസ്വാദന മുകളങ്ങളെയാണ് ടച്ച് ചെയ്യേണ്ടത്. ആ രീതി അല്ലാതെ വെറുതെ നമ്മൾ ഈ മാപ്പിൾ പാട്ടിനോടുള്ള അല്ലെങ്കിൽ പഴയ സാഹിത്യത്തിനോടുള്ള ഈ ഹുബുമായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ കല വളരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, അതിന് ആസ്വാദനം തരം നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരം വാണിമേലുള്ള ഇത്തരം രചനകളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമുക്ക് കണ്ടു കിട്ടുന്ന രചനകളൊക്കെ അത് ഈ ആസ്വാദന തലത്തിൽ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ പുനരാവിഷ്കരിക്കുക എന്നുള്ളൊരു ചർച്ച ഗൗരവമായി നടത്തുകയും അതിനുള്ളൊരു ശ്രമം ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഇതിനെ കൂടെ എനിക്ക് അറിയാം. നേരത്തെ കുഞ്ഞമ്മദ് മാഷ് പറഞ്ഞില്ലേ, വായ്മൊഴിയായിട്ട് വന്ന ഒരുപാട് പാട്ടുകൾ ആരെയും അറിയില്ല. ഇന്ന് കുറച്ച് മുമ്പ് നമ്മൾ ഒപ്പന പാട്ടുകളിൽ ഉപയോഗിച്ച പൊരുത്തമ്പിയായി ഷാബൂവി ചാമന്താൻ ആ പാട്ടെല്ലാം മൂസ വാണിമലിന്റെ വരികളാണ്. അന്ന് പിന്നെ നാരികൾ ഇന്നും കളിപ്പാട്ടങ്ങളായാതെ പതിച്ചു, നാരിയാ ചാരിത്രകാലത്തേക്കവർ വീണ്ടും പതിച്ചു. സമയമില്ല, വരികളെല്ലാം കഷ്ടമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ കളിച്ചൊപ്പന അന്ന് ഉണ്ട് ആ വരികളെല്ലാം. ഇന്നും ഇത് വരുന്നുണ്ടെങ്കിൽ അന്ന് മുതാണിന്റെ വരികളാത്. പക്ഷെ ഞാനാണ് എഴുതിയെന്നാണ് എഴുതി വെച്ചിട്ടില്ല. ആ പാട്ട് കുറേ വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ പരിപാടി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ തോന്നുന്നത്. നമ്മൾ പറച്ചലും പാട്ടുമായി സംശയങ്ങളും ഒക്കെ അത് വളരെ നല്ലൊരു സദസ്സായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. ത്വാഹ എന്ന സൂറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ട് ആദ്യം ഓതുന്ന ഒരു സൂറത്താണ് ത്വാഹ എന്നുള്ളത്. ആ സൂറത്തിലെ വരികൾ ത്വാഹ മാ അൻസൽനാ എന്നുള്ള അത് ഞാൻ ആലപിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം എനിക്ക് എങ്ങനെ അല്ല വരികളല്ലത് ഖുർആനിലെ സൂക്തങ്ങളാണ് ആലപിച്ചതാണ്. പിന്നണി ഉണ്ടായിരുന്നു. അപ്പോ ഞാനാണ് ഉമർ. ഞാൻ പിന്നെ എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ ഓതിയതാണ്. ഓത്തിന്റെ ആ ശൈലി കൊണ്ട് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയത് എനിക്ക് ഇന്ന് ഓർമ്മിക്കുന്നു. അപ്പോ പിന്നെ ഈ ഒരു സദസ്സിൽ കുഞ്ഞുമൂന്ന് മാസം കൂടിയുള്ള സദസ്സിന് ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി, സന്തോഷം ഉണ്ട്. പിന്നെ പാട്ട് അന്ന് വേറൊരു പാട്ട് എനിക്ക് അദ്ദേഹം തന്നിരുന്നു സ്റ്റേജിൽ പാടുവാൻ. സത്യത്തിൻ കൈത്തിരികളുമായി നേർവഴി കാട്ടിയ തിരുനബിയെ, കരുണാനിധിയാം റബ്ബിൻ കൽപ്പന പാരിലുയർത്തിയ തിരുനബിയെ, നാടും വീടും താണ്ടിക്കൊണ്ടവർ ഓടിത്തിരയും തിരുനബിയെ, കാണുകില്ല അവർ കാണുകില്ല അവർ കാണുകില്ല. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേരുകൾ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട് പാറി വന്നു, പൊത്തിൽ ഓടി വന്നു, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. ഈ പാട്ടിനും എനിക്ക് വളരെ ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പാട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ വാട്സാപ്പിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വടക്കേൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളാണ്. അത് അബ്ദുറഹ്മാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അപ്പൊ വാണിമേലിന്റെ മൺമറഞ്ഞു പോയ കവികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തില് അദ്ദേഹത്തിന് ഒരു പേര് കേട്ടില്ല. അദ്ദേഹം ശരിക്കും കവിയായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിമിഷ കവികൾ ഒന്നോ രണ്ടോ വരികൾ മാത്രം എഴുതി പോകുന്ന ആളായിരുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാല് പാട്ട് എഴുതുന്ന ആളുമല്ല,
കവിയല്ല. അയാളെ ഈ യാത്രയിൽ അയാളെ ജോലിയിൽ ഇങ്ങനെ പാട്ട് പാടുക. അത് പല പാട്ടുകളുണ്ടാവും. വാണിയലപ്പള്ളിൻ്റെ മുറ്റത്ത് നിന്നിട്ട് വടക്കോട്ട് നോക്കുമ്പോൾ കോളേജ് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തലയിൽ ഇങ്ങനെ കെട്ടെടുക്കുന്ന ആളാ. തലയിൽ കെട്ടെടുത്ത് പോകുമ്പോൾ ഇങ്ങനെ പാട്ടാടുക. നമുക്കറിയാം. ഞാൻ കേട്ട പാട്ടാ, പയ്യാക്കണ്ടി മേലെ ബാലൂരിയ ചക്ക കൗര്യ നീറാലിയിലെത്തണം ചക്ക, ഇങ്ങനെയുള്ള പാട്ട്. അതെല്ലാം അയാളെ ഉണ്ടാക്കി പാടുന്ന ഇങ്ങനെയുള്ള ഓരോ പാട്ട് പാടുന്ന ആളാണ്. ഈ പാട്ടിൽ സംസാരിക്കുമ്പോൾ വായച്ചെറുപ്പത്തിലുള്ള ആളുകൾ, വായച്ചെറുപ്പ ഇവരെ കാലിന്റെ ഫാമിലിയിലെ ഔക്ക ഒഴിച്ച് മുത്തക്കത്താന്ന് കൊല്ലപ്പെട്ട അബ്ദുൽ ഒഴിച്ച് മകരും മൊയ്തീർക്ക മീൻ വെക്കാൻ പോയപ്പോൾ അവൾക്ക് സ്വന്തമായ പാട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ കൂരിരുൾ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഇന്നെങ്കിലോ നിലജാപതിയെ കള്ളക്കടക്കണ്ണിൽ. അപ്പോൾ രണ്ട് കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പാട്ട് മാപ്പിളപ്പാട്ടിൽ വന്ന അതേപോലെ തന്നെ ഇന്ന് ഈ എല്ലാ പാട്ടിലും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല പിന്നെ പഴയ പാട്ടുകൾ ഇപ്പോൾ പിന്നെ ഇവിടുന്ന് പുഴക്കൽ വീട്ടിൽ മൊയ്തീർക്കയും അതുപോലെ തന്നെ ഇബ്രാഹിക്കുകയും എല്ലാം എഴുതിയ പാട്ടുകൾ സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഒരു കത്ത് പാട്ടുകളും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അത് മത്സരത്തിന് പാടുന്ന പാട്ടല്ല എന്ന് എൻ്റെ അഭിപ്രായം. പുതിയതെന്ന് പറയുന്നുണ്ട്, പുതിയതിൽ ഏകദേശം പെടുന്നതുകൊണ്ട് പറയാം. ഞാന് ഇപ്പൊ സൗറന്ന ഗുഹയിൽ വേണ്ടെന്നുള്ളത് അത് നല്ല കേൾക്കുന്ന പാട്ടാണ്. അപ്പൊ കുഞ്ഞമാശ് പറഞ്ഞ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കുറെ ഇശലുകളുണ്ട്. ആ ഇശലുകൾ തന്നെയാണ് പല പാട്ടുകൾ എഴുതുന്നത്. ആ വരികളൊക്കെ വരുന്ന ഒരേ ഇശലുകളാണ്. ആ ഇശലുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സുപ്രഭാത ഒരു ജഡ്ജ്മെന്റിന് പോയ സമയത്ത് അവിടെ കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട്. എന്റെ അപ്പുറം എനിക്ക് നല്ല ജഡ്ജാ. ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് മനസ്സിലാകുന്നത് എന്നാ പാടുന്നത് എന്നുള്ളത്, ഇത് എങ്ങനെയാ ഇതിന്റെ മാർക്ക് ഇടേണ്ടത് ഒന്ന് പറഞ്ഞു തരണം. പക്ഷെ മാപ്പിളപ്പാട്ടില് ജിഗന്തികം എന്നെല്ലാം പറയുന്ന പാട്ട്, അതിൽ ശരിക്കും ചേർമൻ പെരുമാളുടെ ആ കഥയും മലബാർ കലാപത്തിന്റെ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ അറബി മലയാളത്തിലും അതിൽ കുറെ അറബി കൂടി വരുന്നുണ്ട്. അപ്പൊ ഞാനോട് പറയുന്നത് മലബാർ കലാപല്ലേ, ചേർമൻ പെരുമാളുടെ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ വരുന്ന മധു കുറെ പാട്ടുകൾ കുറെ പാട്ടുകൾ പാടുന്നുണ്ട്. പുതിയ രചയിതാക്കൾ വന്ന പാട്ടുകളുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. അത് എവിടെയാ തുടങ്ങുന്നത്, എവിടെ അവസാനിക്കുന്നത്, അതിലെവിടെ ഒന്നും വരുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോ പറഞ്ഞു തരുന്നത് ഈ വരുന്ന ചില പാട്ടുകൾ എന്തുണ്ട് നല്ല രീതിയിൽ തന്നെ ഐശ്വര്യ തൊങ്കൽ അതുപോലെ ഗസ് ഇങ്ങനെ ഇടമുറുക്ക കുറെ സാധനങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പൊ പുതിയ ഇത് വരുന്ന പാട്ട് മാപ്പിളപ്പാട്ട് വെട്ടി വേഗവെട്ടി താന്തെടുത്ത് തടവിലെ ദുഷ്ടന്മാർ ദുയപൂറിപ്പെട്ടോൾ കോളിക ഈറപാരമായി 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 ഫർദിലെ മുഗൾ ജനസദായവൻ ശിരസിലെ മുടിമകുടമ ശിരസിലെ പതിത്ത കായമിലണൈത്ത് സാലിസ് മികത്തിലാമത അതീസുമേ തുറുസദ തിരുസുദ സുതായുധം തുറുസദനതു മകതുമേ മികത്തതാകയും വഹിത്ത് കോണവും നടത്തിച്ചോടടി ദിവൃതമേ വികൃതത്തിലെ കുത്തുകമെത്ത ഊത്തുതടുത്തു ചാടി വെട്ടിപ്പാട നടത്തിച്ചോട് പൊട്ടിച്ചൂട് മട്ടും വികൃതത്തിലെ കുത്തുകമെത്ത ഊത്തുതടുത്തു ചാടി വെട്ടിപ്പാട തട്ടിച്ചോട് പൊട്ടിച്ചൂട് മട്ടും തകൃതത്തിലെ വിത്തനടുത്തുൽ പത്തുമരത്ത ചെയ്യടാലിമാൻ പരത്തി താനടത്തങ്കി മുറിത്ത് മുറിമുറിപ്പെട്ട പോ മഹാരാജത് ദോഷമിൽ ബഹുദേശീയം വരെ ദേശീയം വരെ ദേശീയം വരെ ഫർസിലെ മുഗൾ ജനസദായവൻ ശിരസിലെ മുടിമകുടമ ശിരസിലെ പതിത്ത കായമിലണയിത്ത് സാലിസ് മികത്തിലാമദീസുമേ. ഞാന് പാട്ട് പാടുന്ന ആളുമല്ല, പാട്ട് എഴുതുന്ന ആളുമല്ല, പാട്ട് കേൾക്കുന്ന ആളുമല്ല. ഇതിൽ മൂന്നാമത്തത് ഒരുപക്ഷെ വളരെ അപൂർവ ആളുകളെ പാട്ട് കേൾക്കാത്തവരുണ്ടാകും. ആ കൂട്ടത്തിലാണ് ഞാൻ ഓർത്തു പോകുന്നത്. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭൂമിവാതുക്കൽ സബീന പാട്ട് വെക്കുന്ന ഒരു പ്രായമുള്ളൊരു ആളുണ്ടായിരുന്നു ഭൂമിവാതുക്കൽ. അതിൽ അറയില്ല അതിർപ്പങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളും പിന്നെ ഈ ചെറിയ ചെറിയ പാട്ടുകളുണ്ടാവും. ഞാൻ ഒരു പാട്ടുപാടി പഠിക്കാൻ വലിയ കൗതുകമുള്ളതുകൊണ്ട് മുള വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ട് ഞാനൊരു പാട്ട് ബുക്ക് വാങ്ങി.
അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ആവേശത്തിൽ അമ്മിയിൽ അരക്കുന്ന സമയമാണ്. ഞാൻ വാതിക്കലെ ചെറിയ കസേരയിൽ നിന്നിട്ട് ആ പാട്ട് പഠിക്കുകയാണ്. ആ പാട്ടിലെ വരികൾ എങ്ങനെയാണ് എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഒരു നാൾ ഞാൻ ആ ബർമയിൽ പോയി തിരക്കിട്ട ബസറിൻ്റെ നടു റോട്ടിൽ കുടുങ്ങി, ഒരു സുന്ദരി കൈമാടി വെളിച്ചെന്നെ കുടുങ്ങിയ കഥ കേൾക്ക്. എൻ്റെ ഉമ്മ കുറച്ചുകൂടി സദാചാര ബോധം കൂടുതലാണ്. അപ്പം ഞാൻ ഈ പാട്ടിങ്ങനെ പാടി എനിക്കതിന് അർത്ഥമൊന്നും അറിയില്ല. ഒരു സുന്ദരി മാടി എന്താ കൈമടി വെളിച്ചെന്നെ അതിങ്ങനെ കാണാതെ പഠിക്കാണ്. പല്ലവി ഞാൻ പറയാം ആദ്യത്തെ എന്താ പറയാ അതിങ്ങനെ കാണാതെ പഠിക്കും. ഉമ്മ കുറച്ച് നേരം കേട്ട് പിന്നെ ഒരു മട്ടലെടുത്ത് വന്നിട്ട് തുമ്പില്ലാത്ത പാട്ട് പാടി പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് അതോടുകൂടി എൻ്റെ ഉള്ളിലെ പാട്ടുകാരൻ തീർന്നു പോവുകയായിരുന്നു. ഓക്കെ, ഏതായാലും ഈ പാട്ടുകാരെ ഇഷ്ടമാണ് എനിക്ക്. പാട്ട് എഴുതുന്നവരെ ഇഷ്ടമാണ്. അവരെയൊക്കെ ചിലപ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാറില്ല. ഞാനിപ്പോൾ ഒരു വനിത ഈ പ്രസംഗ പരിശീലനം കഴിഞ്ഞ് വരിക. അവിടെ നിന്ന് ഒരു സുബീന എന്ന് പറയുന്ന കുട്ടി ഫീഡ്ബാക്കിൽ പറഞ്ഞു, സാർക്ക് ഓർമ്മയോടൊന്നും അറിയാം, ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ പാട്ട് പാടിപ്പിച്ചത് സാറാണ്. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ പലയിടങ്ങളിലും അധ്യാപന രീതിയിൽ പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നല്ല സായാഹ്നത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഒരു ഉള്ളിലൊരു പാട്ടുകാരനൊക്കെ ഉണ്ടായാൽ സന്തോഷം. മുഞ്ചത്തിമാരായ മുണ്ടക്കൈ മലയും ചൂരൽ മലയും അട്ടമലയും ഇന്നോർമ്മയായി, പാതിരാ നേരത്ത് പൊട്ടിയൊഴുകിയ പ്രളയമെടുത്ത ജീവിതങ്ങൾ, രക്ഷയ്ക്കായി നീട്ടിയ കൈകൾ പിടിച്ചവർ, രക്ഷയ്ക്കായി നീട്ടിയ കൈകൾ പിടിച്ചവർ, മാനവ സ്നേഹത്തിൻ മാലാകമാ, മാനവ സ്നേഹത്തിൻ മാലാകമാ. കണ്ണൂർ ഷെരീഫ് ആലപിച്ച് നമ്മളെ ഉബൈദ് കുന്നക്കാവ് എന്ന് പറയുന്ന ആള് ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. മരണത്തെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. മരണത്തിൻ നേരത്ത് റബ്ബേയൻ ചുണ്ടത്ത് പുഞ്ചിരി പൂത്തിടാൻ ഹാജത്ത്, മരണം വരെയുമെന്നുള്ളം നിറയേണം നിത്യം ദിക്റിന്റെ സീനത്ത്, തരണം നീ എന്നിൽ നിൻ നബിയോടും നിന്നോടും നിറമങ്ങാതുള്ള മുഹബ്ബത്ത്, വരണം എനിക്കു നിൻ മുഖമൊന്നു കാണാൻ, അതിനായി കൊതിപ്പൂ ഞാൻ ജന്നത്ത്. ചിത്തത്തിലുള്ള അഹന്തതൻ വിത്തുകൾ കത്തിക്കാനേകനിൽ ത്വാഖത്ത്, വിത്തരത്തിലല്ല മഹത്വമെന്നുള്ള ചിന്തയിലാക്കന്റെ ആദത്ത്, എത്തിപ്പിടിക്കേണം നന്മതൻ വാനങ്ങൾ, അതിനായി വളർത്തന്നിൽ നീയത്ത്, സത്യത്തിൻ പാതയിൽ പാദമുറച്ചിടാൻ താങ്ങായി തരേണേ കലിമത്ത്, ദാഹിച്ചലഞ്ഞ പതികൻ ഞാൻ നിന്റെ കനിവിനായി കൈനീട്ടും നേരത്ത്, ദിശ തെറ്റാതെന്നെ നീ എത്തിച്ചേടേണേ നിൻ കാരുണ്യ കടലിന്റെ തീരത്ത്, ദുനിയാവിൻ മഞ്ചിൽ കുളിച്ച കൊട്ടാരങ്ങൾ അറിയാമെനിക്കതിന്നാപത്ത്, ദിനമേഴും തേടുന്നു മതിയെനിക്കൊരു കൊച്ചു കുടിലെന്നും നിന്നോട് ചാരത്ത്. വണ്ടിയിലൂരി ചുറ്റുവാൻ വിധിച്ചിടലല്ലേ, ഉള്ളറിയും തമ്പുരാന് കൈവെടിഞ്ഞിടലല്ലേ, കാണുകില്ലേ ഞാനിനി മനോഹരമീ ലോകം, കൽപകം പൂളഞ്ഞു പൊള്ളാൻ വേറെ വേണോ ശോകം, കേണു കണ്ണു നീരുതിർക്കുന്നില്ല ഗാനാലാപം, കേട്ടു ഞെട്ടിയിടേണ്ട കേൾപ്പിക്കില്ല ഞാൻ വിലാപം. ഇത് ഇതിന്റെ ഒരു ചരിത്രം കൂടി ഉണ്ട്. സി കെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്.
കണ്ണോത്തരി മാഷി അദ്ദേഹത്തിന്റെ കാഴ്ച പരിശോധിക്കാൻ പോയപ്പോ എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടൂല എന്ന് ഡോക്ടർ പറയാം. എനിക്ക് കണ്ണടച്ച് കാര്യമില്ലെങ്കിൽ കാഴ്ച കിട്ടൂല. അപ്പൊ ആ സമയത്ത് ട്രെയിനിൽ വരുമ്പോ മകൻ ഷമീമിനോട് അല്ലെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാ പറഞ്ഞു ആ പാട്ട് ട്രെയിനിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താ മനോഹരമായ പ്രാസല്ലേ, അന്ത്യപ്രാസം, അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇത് പൂർണ്ണമല്ല, ചർച്ച തുടരും എന്നറിയിച്ചുകൊണ്ട് ഈ സംഗീത സാന്ദ്രമായ ഈ സായാഹ്നം സമാപിക്കുന്നത് നമ്മുടെ എം.എ. വാണിമേൽ ഇത് ക്രോഡീകരിക്കും. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കും. തുടക്കത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴിവിടെ എന്തൊക്കെയാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നടന്ന് തുടങ്ങിയപ്പോൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു. വീണ്ടും ഇവിടെ വന്നത് ഇതിൻ്റെ ഈ ഒരു ഇരുത്തത്തിൻ്റെ സുഖം കൊണ്ട് തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തരം ഇരുത്തങ്ങളാണ്. ഇരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യാൻ പാടില്ലാത്ത പലതിലേക്കും സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൻപുറങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുത്തത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലത്ത്. അമ്പലക്കൊണ്ടി കോണി ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. വാണിമേൽ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അതറിയില്ലായിരിക്കും. അന്നത്തെ വിദ്വൽ സദസ്സ് കൂടിയിരുന്ന ഒരു സദസ്സായിരുന്നു. അവിടുന്നാണ് നമ്മളെ പുത്തലത്തെ കുഞ്ഞാലി അവിടെ പോയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. ഒന്നത്തുമ്പോ ഓമമ്പൂവും ഇല്ലത്ത് മാണ്ടിയ ജീവാണ്ടിയ ചായാൽ പുത്തലത്തെ കുഞ്ഞാലി പിന്നെ പൂക്കുഞ്ഞാലി അല്ലേ ആട്ടിതെന്ന് അറിയാഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓൻ്റെ മാത്രം പി കുഞ്ഞാലിയായിപ്പോ എന്താന്നാണ് കുഞ്ഞാലിയുടെ ചോദ്യം. അപ്പോ സംഭവം അങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും എന്ന് കരുതാൻ പറ്റിയ സദസ്സുകൾ അന്ന് വാണിമേലിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. മറ്റൊന്ന്, നമ്മുടെ വാണിമേലിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഒരുപാട് എഴുത്തുകാർ ഇവിടെ സിക്കൊക്കെ അത് പരാമർശിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള ഒരുപാട് എഴുത്തുകാർ ഇങ്ങനെ എന്താ പറയുക വളർന്ന് വീണ്ടും വീണ്ടും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. 1993 നമ്മൾ PV കുഞ്ഞമ്മദ് ഹാജി സ്മരണിക പ്രസിദ്ധീകരിച്ചത്. ആ PV കുഞ്ഞമ്മദ് ഹാജി സ്മരണികയിലെ ഏറ്റവും വലിയ ഒരു സംഭാവന ഞാൻ മനസ്സിലാക്കുന്നത് പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ എന്ന ഒരു ആദി കവിയെക്കുറിച്ച് അല്ലെങ്കിൽ ആദിമ കവിയെക്കുറിച്ച് CK തോട്ടക്കുഞ്ഞി അതിലൊരു ലേഖനം എഴുതി. ഈ കുഞ്ഞാമിമാലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ലേഖനത്തിലൂടെയാണ് ഈ പുഴക്കൽ വീട്ടിൽ മൊയ്തീനെ വാണിമേൽ അറിഞ്ഞത്. പഴയ തലമുറക്ക് അറിയാമായിരുന്നു, അവർക്ക് പലർക്കും അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഹൃദയസ്ഥമായിരുന്നു. പക്ഷെ പുതുതലമുറക്കും അതുപോലെ തന്നെ മലയാളി സാഹിത്യ ലോകത്തിലൊക്കെ തന്നെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. എഴുതി എന്നുള്ളതല്ല, അന്നത്തെ അറബി മലയാളത്തിൽ അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ആ പുസ്തകത്തിന്റെ പതിപ്പ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ അസ്ലം മാഷ് ഇവിടെ ഉണ്ട്. അസ്ലം മാഷ്ക്ക് ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങളുടെയൊക്കെ ഉപ്പയാണ് മൂസ വാണിമേൽ. എൻ്റെ ഉപ്പയുടെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ്, എൻ്റെ എളാപ്പയാണ്. പക്ഷേ മൂസ വാണിമേലിൻ്റെ ഒരു രചനയും നമ്മുടെ കയ്യിലില്ല. പലർക്കും അറിയാം, ത്യാഗത്തിന്റെ ബലിപീഠത്തിൽ ജൂതപ്രമാണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാഹിത്യകൃതികൾ അന്ന് മൂസ വാണിമേൽ എഴുതിയിരുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിന്റെ തന്നെ സാംസ്കാരിക മലയാള സാംസ്കാരിക ചരിത്രത്തിൽ മൂസ വാണിമേലിന് വലിയ പങ്കുണ്ട്. അൽമനാറിന്റെ പത്രാധിപരായിരുന്നു ഒരുപാട് കാലം അദ്ദേഹം. പ്രബോധനത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് സെമിനാർ എന്ന് പറഞ്ഞ് TP കുട്ടിയാമു സാഹിബൊക്കെ കൂടി തുടങ്ങിയ ഒരു സാംസ്കാരിക പ്രസിദ്ധാലയത്തിന്റെ ആള് കൂടിയായിരുന്നു മൂസ വാണിമേൽ. അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് മൂസ വാണിമേലിന്റെ രചനകൾ നമുക്കിപ്പോൾ ഇല്ല. പലർക്കും കുറെ കാണാതെ വൈഹാട്ടുണ്ട്. അതൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിനു മുമ്പ് നടത്തിയെങ്കിലും അത് എവിടെയും എത്താതെ അവസാനിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അല്ലെങ്കിൽ ഇനിയെങ്കിലുമുള്ള ആൾക്കാർ, ഇപ്പൊ ഷെരീഫ് തനിപ്പറ്റ ഇവിടെ രചന അടുത്താണ് എനിക്ക് മനസ്സിലായത്. നേരത്തെ ഞാൻ ഇവിടെ CK അഷ്റഫ് പറഞ്ഞു. അപ്പൊ നമുക്കറിയില്ല, നമ്മുടെ ചുറ്റുപാടും തന്നെ അഷ്റഫൊക്കെ ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഈ മാപ്പിള കലാവേദി CK തോട്ടക്കുനിയുടെ പേരിലുള്ള
അബ്ദുറഹ്മാൻ പേരിലുള്ള ഈ വേദി ഉപകാരപ്പെടണം എന്നാണ് പറയാനുള്ളത്. മൂസാ വാണിമേലിൻ്റെ പ്രസിദ്ധമായ ത്യാഗത്തിൻ്റെ ബലിപീഠത്തിൽ എന്ന് പറയുന്ന ആ രചന അവസാനിക്കുന്നത് മുസ്ലിം ലോകത്തോടുള്ള ഒരു ആഹ്വാനവും ആയിട്ടായിരുന്നു. വരിക വരിക സഹചരെ, വരിക ധീര പുരുഷരെ, വരിക തന്നെ പിന്നെ മാർഗം അണിനിരന്ന് പുൽകുവാൻ. ജീവിതം പരീക്ഷണം, നാം അതിൽ ജയിക്കണം, ജീവനെ കൊടുത്തും ആത്മമോക്ഷമെന്നും നേടണം എന്നിങ്ങനെ പറയാം. അപ്പോൾ അത് ഒരു സന്ദേശമായിരുന്നു. അതുപോലെയുള്ള ഒരു സന്ദേശം ഈ ഒരു എഴുത്തത്തിൽ കൂടി ഉണ്ടാകട്ടെ. നമുക്കിനിയും രംഗത്തിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ വെറുപ്പ് അറിയിച്ചുകൊണ്ടും ഈ സദസ്സിനോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.